ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. തലകളെ അടക്കി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകലത്തെയും ഉള്ളങ്കയിൽ വഹിക്കുന്ന മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അതിപരിശുദ്ധമായ ഒരു ദിവസത്തിന്റെ സന്ധ്യയിൽ കർത്താവെ, ഞങ്ങളെല്ലാം ഈ ആലയത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ വിളിച്ചു ചേർത്ത അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധ്യനായ പിതാവേ, സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമായിരിക്കാൻ അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തെ മക്കളെന്ന അവകാശത്തോടെ ഒരു പെരുന്നാൾ കൂടി ആഘോഷിപ്പാൻ, ആചരിപ്പാൻ തക്കവണ്ണം ഈ ദേശത്ത് കർത്താവ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ ദേവാലയം എങ്ങനെ പെരുന്നാളിനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരം അവിടുന്ന് വസിക്കുന്ന ആലയങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ വചനത്തിന്റെ സന്ധിയിൽ വചനമാം ദൈവമേ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ കർത്താവെ, ഭാരങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കർത്താവെ, നിന്റെ ഭാരം എന്റെ മേൽ വെക്കുക, ഞാൻ നിന്നെ പുലർത്താം എന്നുള്ള അവിടുത്തെ വാഗ്ദത്ത പ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ ദേവാലയത്തിൽ സമർപ്പിക്കുക. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അഭിഷിക്തനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിൽ എലീശയിലേക്ക് പകർന്ന ദൈവിക ശക്തി കൊണ്ട് അവിടുത്തെ അഭിഷിക്തനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദര ബന്ധങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയമായ അവിടുത്തോടുള്ള ബന്ധങ്ങളിലെല്ലാം കർത്താവിന്റെ നിറവ് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങള്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്, ജോലി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. ദുഷ്ടനൂടാടി സഞ്ചരിക്കുന്ന ലോകത്തിൽ അഹങ്കാരികളുടെ കയ്യിലകപ്പെടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സ്ലീബായാൽ മുദ്രയിടപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കുഞ്ഞുങ്ങളോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് കർത്താവിന് കരുണ തോന്നണമേ. ബലം നിന്നിലുള്ള മനുഷ്യനാണല്ലോ ഭാഗ്യവാൻ. ആ ഭാഗ്യാവസ്ഥയിൽ ജീവിപ്പാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാദാ, ഈ സമയം ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലിരിക്കുന്നു. വചനം അവിടുത്തേതാകുന്നു. വചനം വേർതിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവും വചനം ശ്രവിക്കുന്നത് അവിടുത്തെ ജനവുമാകിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യമേ ഈ സന്ധ്യയിൽ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ കർത്താവിൽ പ്രിയ സഹോദരൻ മനോജ് അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിന് ഏറ്റവും പ്രിയങ്കരായ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളിനായിട്ട് ഈ ദേവാലയം ഒരുങ്ങി നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോടെ പെരുന്നാളിനെ സ്വീകരിക്കാൻ ഒരു വർഷം കൂടെ സാധിച്ചതിൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം പെരുന്നാളിലുണ്ടായിരുന്ന അനേകര് ഇന്ന് നമ്മളോടൊപ്പം ഇരിപ്പില്ല. പലരും ഈ ഭൂമിയുടെ മുഖത്ത് തന്നെ മാറ്റപ്പെട്ടു. പലരും രോഗക്കിടക്കയിലായി, പലരും പല കാരണത്താൽ പലയിടത്തും ആയിരിക്കുന്ന സ്ഥാനത്ത് ഈ ദേവാലയത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് വിളിച്ചു ചേർത്ത ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം പാട്ടുകാരൻ നാം പാടുന്നുണ്ട്, നിന്നതല്ല നീ ഞങ്ങളെ നിർത്തിയതാണ്, തന്നതല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. ദൈവത്തിന്റെ ദീർഘക്ഷമയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ വിശ്വസ്തതയും ഒക്കെയാണ് ഇന്ന് നമ്മളെ ഇത്രത്തോളം ഒക്കെ അനുഗ്രഹിച്ചിരിക്കുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാള് ഈ ദേശത്തിന്റെ പെരുന്നാളാണ്. കാരണം ദേശത്തിന്റെ കാവൽ പിതാവിന്റെ നാമത്തിൽ ഒരു പെരുന്നാൾ ആചരിക്കുമ്പോൾ, ഒരു പെരുന്നാളിനായി കടന്നു വന്നിരിക്കുമ്പോൾ ഗീവർഗീസ് സഹദ എന്ന നാമം തന്നെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന രൂപം റോമാ സാമ്രാജ്യത്തിന്റെ പടച്ചട്ടയൊക്കെ അണിഞ്ഞ് പാൽവർണ്ണത്തിലുള്ള ഒരു കുതിരയുടെ പുറത്ത് മൂർച്ചയേറിയ കുന്തവും കയ്യിൽ പിടിച്ച് ദേശത്തെ ഭയപ്പെടുത്തിയ ഒരു വ്യാളിയുടെ വായിലേക്ക്
ഈ കുന്തത്തെ കുത്തിയിറക്കി ഒരു ദേശത്തെ തന്നെ വലിയ വിപത്തിൽ നിന്ന് രക്ഷിച്ചവനായ ഒരു ചെറുപ്പക്കാരനായ ഒരു യോദ്ധാവ് ഒരു ദേശത്തെ രക്ഷിക്കുവാനായി കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഒരു മൂർത്തിമത് ഭാവമായാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ നാം ഓരോരുത്തരും കാണുന്നത്. ആ ദേശത്തെ നടുക്കിക്കൊണ്ടൊരു വ്യാളി ആ ദേശത്ത് മുഴുവൻ ഭയം പരത്തിയ വേളയിൽ അനേകർ അതിനു നേരെ കടന്നു ചെന്നെങ്കിലും അവരുടെ എല്ലാം ജീവൻ നഷ്ടപ്പെട്ട സ്ഥാനത്ത് എന്റെ ദൈവത്താൽ എനിക്ക് സകലതും സാധിക്കുമെന്നുള്ള സത്യവിശ്വാസത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് സധൈര്യം കടന്നു ചെല്ലുകയും ഒരു ദേശത്തെ മുഴുവൻ രക്ഷിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിന്റെ പ്രതിരൂപമാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദാ. അപ്പോൾ ഒരു പെരുന്നാൾ കൂടി ആചരിക്കുമ്പോൾ, ഒരു പെരുന്നാൾ കൂടി അനുഷ്ഠിക്കുമ്പോൾ പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ അവിടത്തെ പോലെ ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഞങ്ങളിൽ ഒന്ന് ഊട്ടിയുറപ്പിക്കണമേ എന്ന് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പെരുന്നാള് അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളായി തീരുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ വേദപുസ്തകത്തില് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല എന്ന്. ഗീവർഗീസ് സഹദായെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരനായ ഒരു യോദ്ധാവ് ക്രിസ്തുവിനെ തള്ളിപ്പറയുക എന്ന ഒറ്റ കാരണത്താൽ അനേക ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ട, ഉയർന്ന സ്ഥാനങ്ങൾ കൈക്കലാക്കേണ്ട ഒരു പട്ടാളക്കാരനാണ്. എന്നാൽ ആ രാജ്യത്ത് ഒരു നിയമമുണ്ടായിരുന്നു, ക്രിസ്തുവിനെ നിഷേധിച്ചു പറയുക, ക്രിസ്തുവിനെ തള്ളിപ്പറയുക, രാജാവിന്റെ കൽപ്പനകളെ മാത്രം അനുസരിക്കുക. എന്നാൽ തന്റെ ജീവനേക്കാൾ, തന്റെ അധികാരത്തെക്കാൾ എന്റെ ദൈവത്തിന്റെ കൃപയാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞ് ലൗകികമായ എല്ലാ അധികാരങ്ങളെക്കാൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം എനിക്ക് വലുത് എന്ന് പറഞ്ഞ് തമ്പുരാൻ പറഞ്ഞതുപോലെ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഈ ലോകം നമുക്ക് നൽകുന്ന അധികാരങ്ങൾ, ഈ ലോകം നമുക്ക് നൽകുന്ന മാനങ്ങൾ, ഈ ലോകം നമ്മൾക്ക് നൽകുന്ന ഉയർച്ചകൾ പലപ്പോഴും നമ്മളെ മയക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന അധികാരം, നമ്മൾ ആഗ്രഹിക്കുന്ന സെക്രട്ടറി സ്ഥാനം, നമ്മൾ ആഗ്രഹിക്കുന്ന ഉന്നത സ്ഥാനങ്ങൾ പലതും കിട്ടാതെ വരുമ്പോൾ ഏത് തരം താന്ന രീതിയിലും ഒരുപക്ഷെ നമ്മൾ പ്രവർത്തിക്കും. ഒരുപക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ കിട്ടിയ ആളിനോട് അസൂയ കൊണ്ട് നമ്മൾ എന്തും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്കത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഓരോ സ്ഥാനങ്ങൾ മോഹിച്ച് ജീവിക്കുമ്പോൾ ഇവിടെ ഗീവർഗീസ് സഹദാ ക്രിസ്തുവിന്റെ വചനം കേട്ട് ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, വിശുദ്ധന്മാരുടെ ലക്ഷണങ്ങളാണത്. ഞാൻ ലൗകികനല്ല എന്ന് അരുളി ചെയ്ത ക്രിസ്തുവിനെ പോലെ ഐഹിക നേട്ടങ്ങളെക്കാൾ കർത്താവിനെ സമ്പാദിപ്പാനുള്ള കൃപ, അല്ലെ? നമ്മൾ പാടാറുണ്ട്, ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. ലോകത്തിലെ പല ഐഹിക നേട്ടങ്ങളെക്കാൾ, താൽക്കാലികമായ നേട്ടത്തെക്കാൾ കർത്താവേ നിന്നെ എനിക്ക് നല്ലത് എന്ന് പറയുവാൻ ഈ പെരുന്നാളുകൾ മുഖാന്തരമായി തീരട്ടെ. പെരുന്നാളുകൾ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അനേക സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിന്റെ പല തെളിവുകളും അല്പമായി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് സുവിശേഷങ്ങൾ. സുവിശേഷ ഭാഗങ്ങളിൽ യേശു തമ്പുരാൻ അനേക പെരുന്നാളുകളിൽ അനേക സ്ഥലങ്ങളിൽ പെരുന്നാളിൽ നമസ്കരിപ്പാനായി യെരൂശലേം ദേവാലയത്തിൽ പോകുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാൻ ഒരു പെരുന്നാളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ചിലർ യേശു തമ്പുരാനെ കാണുവാനായി ചെല്ലുന്നുണ്ട്. ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ പെരുന്നാളിന് നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് ഫിലിപ്പോസിനോട് അറിയിച്ചു. ഇങ്ങനെയാണ് പറയുന്നത്,
യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളാണ്. യഹൂദനെ സംബന്ധിച്ച് 2 വലിയ പെരുന്നാളുകളാണ്. ഒന്നാമത്തെ പെരുന്നാള് പെസഹ പെരുന്നാളാണ്. രണ്ടാമത്തെ പെരുന്നാള് കൂടാര പെരുന്നാളാണ്. യേശു തമ്പുരാൻ പെരുന്നാളിന് നമസ്കരിപ്പാനായി ദേവാലയത്തിലുണ്ട് എന്നുള്ള വാർത്ത ആ നാട്ടിലെല്ലാം പരന്നു. പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരും യവനന്മാരും ചിന്നിച്ചിതറി പാർക്കുന്ന യഹൂദന്മാരിൽ തന്നെ പല ദേശത്ത് പാർക്കുന്നവരും ചുങ്കക്കാരും പാപികളും നീതിമാന്മാരും ഫരീസരും എല്ലാം ഒന്നു ചേരുന്ന സ്ഥലമാണ് പെരുന്നാള്, അല്ലെ? നമ്മുടെയൊക്കെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പെരുന്നാളിന്റെ അവസാന ദിവസമാകുമ്പോൾ, റാസയുടെ ദിവസമാകുമ്പോൾ, റാസ തീരാറൊക്കെ ആവുമ്പോൾ ഇവിടെ എല്ലാം നിറച്ചു. ഇന്നിപ്പോ അച്ഛൻ വലിയ സങ്കടത്തോടെ പറഞ്ഞു, എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും ഇത്രയാളിന് പറ, ഇത്ര സൗകര്യത്തോടുകൂടി കട്ടിൽ കിടന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുന്നത്? കുരുകിലതിന്റെ വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തുന്നത് യഹോവയുടെ തിരുനിവാസത്തിനോട് ചേർന്ന നിങ്ങൾ AC വെച്ച് ഇത്രയൊക്കെ വാതിലടച്ചിട്ടും എത്ര ഭംഗിയായിട്ടാണ് ഈ പ്രാവുകൾ ഇതിനകത്തൂടെ പറന്നു നടക്കുന്നത്. നിങ്ങൾ കണ്ടോ? നമ്മൾ എത്ര ഓടിക്കാൻ ശ്രമിച്ചാലും ശാന്തമായ ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യന്റെ അത്രയും വിവേകമില്ലാത്ത മൃഗങ്ങൾക്ക് പോലും ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തിന്റെ കീഴിലിരിക്കണം, അവന്റെ സന്നിധിയിൽ എന്നൊക്കെയുള്ള നല്ല ചിന്തയുണ്ട്. തിരിച്ചു വരാം. ഇവിടെ അനേകര് പെരുന്നാളിന് നമസ്കരിപ്പാനായിട്ട് വന്നു. അവർക്ക് എല്ലാവർക്കും മറ്റും യേശുവിനെ കാണണമെന്നൊന്നും ആഗ്രഹമില്ല. ചിലർക്ക് പെരുന്നാളിന്റെ വെട്ടങ്ങൾ, ലൈറ്റുകളൊക്കെ കണ്ടാൽ മതി, ചിലർക്ക് ആഘോഷങ്ങൾ കണ്ടാൽ മതി, ചിലർക്ക് അവിടെയുള്ള നേർച്ചകളെ കുറിച്ച് അന്വേഷിച്ചാൽ മതി, ചിലർക്ക് റാസയുടെ ചന്തത്തെക്കുറിച്ചും, ചിലർക്ക് അതിന്റെ പാട്ടുകളുടെ ചന്തത്തെക്കുറിച്ചും, ചിലർക്ക് പ്രസംഗിക്കാൻ വന്നവരുടെ ചന്തത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ചില യവനന്മാർക്ക് മാത്രം യേശുവിനെ കാണണമെന്ന അദമ്യമായ ആഗ്രഹം ഉണ്ടാവുകയാണ്. അവരെന്ത് ചെയ്തു? ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യജമാനനെ, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ, ക്രിസ്തു ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന്. ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഫിലിപ്പോസിനെ അറിയിച്ചപ്പോൾ ഫിലിപ്പോസ് എന്ന കർത്താവിന്റെ ശിഷ്യനായ അന്ത്രയോസിനോട് പറയുകയാണ്, ഇതാ ചില യവനന്മാർ ഇവിടെ വന്നു നിൽക്കുന്നു, അവർക്ക് ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഈ ഫിലിപ്പോസും അന്ത്രയോസും കൂടെ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഗുരു, ഇതാ നിന്നെ കാണാൻ കുറച്ചു പേർ ഇതാ വന്നു നിൽക്കുന്നു. നമ്മളായിരുന്നുവെങ്കിൽ നമ്മളെ കാണാൻ 2-3 പേര് വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 മറുപടി ഉണ്ട്. ഒന്നാമത്തെ മറുപടി എന്താ? ദേ വരുന്നു, അല്ലെ? രണ്ടാമത്തെ മറുപടി, ഇരിക്ക്, അല്പസമയം കഴിഞ്ഞു വരാം. മൂന്നാമത്തെ മറുപടി, അല്ലെങ്കിൽ ഇന്ന് കാണാൻ തരപ്പെടുകയില്ല, അല്ലെങ്കിൽ സൗകര്യപ്പെടുകയില്ല. ഇതൊക്കെയാണ് ആ ചോദ്യത്തിന് ചേർന്ന ഉത്തരങ്ങൾ. എന്നാൽ 24-ാം വാക്യം, 23-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസും അന്ത്രയോസും യേശുതമ്പുരാന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഗുരു, നിന്നെ കാണാൻ കുറച്ചു പേരിവിടെ വന്നു നിൽക്കുന്നു. യേശുതമ്പുരാനാകട്ടെ പരസ്പര ബന്ധമില്ലാതെ ഒരു മറുപടി പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. ചോദ്യം, നിന്നെ കാണാൻ ഇവിടെ ആളുകൾ വന്നിരിക്കുന്നു. ഉത്തരം, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഈ ലോകത്തിൽ തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, എന്നാൽ ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇത് കണ്ടെത്തി ഇത് മനസ്സിലാക്കിയവരാണ് വിശുദ്ധന്മാർ, ഇത് മനസ്സിലാക്കിയവരാണ് ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും. ഈ ലോകത്തിൽ തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഈ ലോകത്തിൽ എല്ലാത്തിനേക്കാൾ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അതിനെന്തു ചെയ്യണം? ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നത് പോലെ ഒന്ന് ചാകുവാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ. ഗോതമ്പ് മണി നിലത്ത് മണ്ണിനടിയിൽ വീണു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന മാറ്റം എന്താണ്? അത് മണ്ണിനോട് ചേരും, അത് മണ്ണിൽ ലയിക്കും, അത് അഴുകും, അതിൽ പുതിയ 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 തൈകൾ കാണപ്പെടും. അതുപോലെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ഭൗതിക ജീവിതത്തിൽ ചില അഴുകലുകൾ,
ചില വിട്ടുകൊടുക്കലുകൾ, ചില താഴ്മപ്പെടലുകൾ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മൾ പെരുന്നാളിനായിട്ട് കടന്നു വരേണ്ടത്. അതിനാണ് പെരുന്നാളിനോട് ചേർന്ന് ദൈവവചന ശുശ്രൂഷ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ മാറാത്ത ചില സ്വഭാവങ്ങൾ, എൻ്റെ മാറ്റപ്പെടാത്ത ചില ഭാവങ്ങളൊക്കെ ഒന്ന് മാറാൻ, എൻ്റെ ഭവനമൊന്ന് മാറാൻ, ഞാൻ തന്നെ ഒന്ന് മാറാൻ, എൻ്റെ സംഘടനകളെല്ലാം, എൻ്റെ കൂട്ടായ്മകളിലൊക്കെ ഒരു മാറ്റമുണ്ടാകാൻ ഈ വചന കേൾവി കൊണ്ട് സാധ്യമാകുമ്പോൾ മാത്രമാണ് സത്യമായിട്ടും നമ്മൾക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് വിശുദ്ധന്മാരുടെ ജീവിതം. ഇങ്ങനെ ക്രിസ്തുവിന്റെ ഇഷ്ടമറിഞ്ഞ് തങ്ങളെ തന്നെ മാറ്റിയവരുടെ പേരാണ് വിശുദ്ധന്മാർ. ആരാണ് വിശുദ്ധന്മാർ? 1000 സൂര്യനേക്കാൾ തേജസ്സുള്ള ക്രിസ്തുവിന്റെ തേജസ്സിനെ, സൂര്യന്റെ തേജസ് ചന്ദ്രൻ സ്വീകരിക്കുന്നത് പോലെ ദൈവത്തിന്റെ തേജസ്സിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം തങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചവരെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, സാധാരണ ജീവിതത്തിൽ കൂടി അസാധാരണമായ പോരാട്ടങ്ങളെ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തവരാണ് വിശുദ്ധന്മാർ. ബോധപൂർവം പാപത്തെ ഉപേക്ഷിക്കുകയും പുണ്യത്തെ പുൽകുകയും ചെയ്യുവാൻ മനസ്സാൽ വരിച്ചവരായിരുന്നു വിശുദ്ധന്മാർ. ലോകസുഖങ്ങളെ ബോധപൂർവം ഉപേക്ഷിക്കുകയും ലോകത്തെ ജയിക്കുകയും ചെയ്തവരാണ് വിശുദ്ധന്മാർ. നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടവന്റെ മുൻപിൽ തങ്ങളെ തന്നെ മുറിക്കുവാൻ ഏൽപ്പിച്ചവരാണ് വിശുദ്ധന്മാർ. അങ്ങനെയെങ്കിൽ സൂര്യനാകുന്ന ദൈവത്തിന്റെ തേജസ്സിനെ സ്വീകരിക്കുവാൻ, സ്വയമൊന്ന് മുറിക്കുവാൻ, സാധാരണമായ നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടങ്ങളെ ക്രിസ്തുവിലൊന്ന് അതിജീവിക്കുവാൻ നമുക്കൊക്കെ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കുന്നത്. സഹത എന്താണ് ഈ പെരുന്നാളിൽ നമ്മെ പഠിപ്പിക്കുന്നത്? സഹതന്മാർ എന്താണ് മശിഹായെ കാണണമെന്ന് ആഗ്രഹിക്കാൻ കാരണമായത്? മശിഹ പറയുകയാണ്, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17-ാം അധ്യായം 25-ാം വാക്യത്തില് കർത്താവ് പറയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന്. ഞാൻ ഇരിക്കുന്നിടത്ത് എവിടെയാ കർത്താവ് ഇരിക്കുന്നത്? എവിടെയാണ് ഇപ്പോൾ കർത്താവ് ഇരിക്കുന്നത്? എവിടെയാണ് കർത്താവ് ഇരിക്കുന്നത്? മാലാഖമാരുടെ നാട്ടിൽ ക്രോപകൾ വഹിക്കുന്ന തേരിൽ അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ പോകുന്നുവെങ്കിലും നിങ്ങൾക്കായിട്ടൊരു വാസസ്ഥലം ഒരുക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ പ്രിയരും എൻ്റെ മക്കളും ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഇത് മനസ്സിലാക്കി ആര്? വിശുദ്ധന്മാര്. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത്, മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. മശിഹായെ കാണാൻ കാംക്ഷിച്ച സഹദേന്മാർ, ആഗ്രഹിച്ച സഹദേന്മാർ എന്തു ചെയ്തു? വാളുകൾ കൊണ്ട് തലകൾ ഛേദിക്കപ്പെടുമ്പോഴും അവരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും അത് ചിറകുകളാക്കി ദൈവസന്നിധിയിലേക്ക് പറന്നുയരുവാൻ തക്കവണ്ണം ദൈവത്തെ ആഗ്രഹിച്ചവരായിരുന്നു വിശുദ്ധന്മാർ. ഈ ഭൂമിയിൽ പച്ചയ്ക്ക് നിന്ന് കത്തിച്ചപ്പോഴും വഴിവിളക്കുകൾ പോലെ കത്തിച്ച് നിർത്തിയപ്പോഴും റോമാ ഭരണത്തിന്റെ കീഴിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരെ, ക്രിസ്തുവിനെ വിളിക്കുന്നവനെ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനെ പച്ചയ്ക്ക് തൂണായിട്ട് നിർത്തി കത്തിച്ചപ്പോഴും അവരെന്ത് പറഞ്ഞു? അവര് നമ്മളോട് എന്ത് പറഞ്ഞു? സഹദേരോതുന്നു സുപ്രിയ ശുദ്ധ സുതൻ സ്വകരാജ്യേ ഞങ്ങൾ ഏകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും എരിതീവാൾമർദിതർ ഞങ്ങൾ ആശ്വാസം മശിഹായിഷ്ട അരുളിയതാം പറുദീസയിലേതും. സഹദേരോതുന്നു. സഹദേർ പറയുന്നു, സുപ്രിയ ശുദ്ധസുതൻ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ പറുദീസ പ്രാപിക്കാൻ എരിതിയോ വാളോ മർദ്ദനമോ രോഗമോ നിന്ദയോ പഴിയോ ദുഷിയോ ഈ ലോകം തരുന്നതൊന്നും എന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റില്ല എന്ന് നമ്മെ പഠിപ്പിച്ചവരായിരുന്നു വിശുദ്ധന്മാർ.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചിന്തയുണ്ട്. നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ, നമ്മുടെ കാലുവേദന മാറാൻ, നമ്മൾ OET പാസ്സാവാൻ, നമുക്ക് ജോലി കിട്ടാൻ നമ്മൾ ചെല്ലേണ്ടിടമാണ് ഇവരുടെ പാദപീഠമെന്ന്. അല്ല, അവര് പറയുന്നുണ്ട് എരിതിയും വാളും മർദ്ദനവും എല്ലാം ക്രിസ്തുവിനെ പ്രതി ഈ ഭൂമിയിൽ രക്തസാക്ഷികളായവരാണ്. ഇന്നിന്റെ കാലഘട്ടത്തില് രക്തസാക്ഷികൾക്കല്ല കുറവ്, സാക്ഷ്യമുള്ള ജീവിതമുള്ളവർക്കാണ്, സാക്ഷ്യമുള്ള ജീവിതമുള്ള കുടുംബങ്ങൾക്കാണ്, സാക്ഷ്യമുള്ള ജീവിതമുള്ള ആത്മീയ കൂട്ടങ്ങൾക്കാണ്, സാക്ഷ്യമുള്ള ജീവിതമുള്ള ദേവാലയങ്ങൾക്കാണ് കുറവ്. രക്തസാക്ഷികൾ രക്തം കൊടുത്തു വാങ്ങിയ ഈ സഭയെ നിലനിർത്തുവാൻ, വിശ്വാസമാകുന്ന ഈ ലോകത്തിലെ വിശ്വാസമാകുന്ന ഈ സഭയെ നിലനിർത്തുവാൻ, എന്റെയും നിങ്ങളുടെയും ഈ ജീവിതത്തിൽ സാക്ഷ്യമുള്ള ജീവിതം, ഈ ശുദ്ധിമാന്മാരെ പോലെ, ശുദ്ധിമതികളെ പോലെ, ഈ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ പോലെ, ഈ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തോടൊപ്പമാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി ധീരമായി മരിക്കുവാൻ, ക്രിസ്തുവിനെ പ്രതി ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ അവർ ജീവിച്ചതും ക്രിസ്തുവിന് വേണ്ടി, അവർ മരിച്ചതും ക്രിസ്തുവിന് വേണ്ടി. ഈ ഒരു വലിയ സാക്ഷികളുടെ സമൂഹം, ഈ വലിയ സമൂഹത്തോടൊപ്പമാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. അവരെന്തു ചെയ്തു? അവർ സകല ഭാരവും, അവരുടെ മുറുകെ പറ്റുന്ന പാപവും ഒക്കെ വിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതുപോലെ എന്നോടും നിങ്ങളോടും ഈ പെരുന്നാളിലായിട്ട് സഹദേന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധനായ ഒരു ഗീവർഗീസ് സഹദ, ഈ ദേശത്തിന്റെ കാവൽ പിതാവ്, നമ്മളോട് പറയുകയാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തില് ശ്ലീഹ പറയുന്ന വാക്യം, ആകയാൽ സാക്ഷികൾ നാമും സാക്ഷികളുടെ ഒരു വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്നിന്റെ സന്ധ്യയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ്. 1-ാമത്തെ വാക്യം പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മളും എന്തു ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടത്തിന് യാതൊരു കുറവുമില്ല. ഓട്ടത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന ഓട്ടമാണ്. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ കുതിരയെ പോലെ, ചിലപ്പോഴൊക്കെ സന്ധ്യയാവുമ്പോഴത്തേക്ക് ഭാരം കൊണ്ട് തളർന്ന് നമ്മൾ ഒരു കഴുതയെ പോലെ, അല്ലെ, ഓടടാ ഓട്ടമാണ്. എന്നാൽ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? നമ്മളിൽ പലരും പെരുന്നാൾ ഭക്തരും നോയമ്പ് ഭക്തരും അങ്ങനെ സ്ഥിരതയോടെ ഓടാതെ പർട്ടിക്കുലർ സമയത്ത് മാത്രം സീസണൽ ഭക്തര. ഈ പെരുന്നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാണണമെങ്കിൽ ഇനിയൊരു അറിയിപ്പ് പലരെയും പിടിച്ചുകൊണ്ട് വരണം. പിന്നെ ശരിയല്ലേ? ഈ സ്ഥിരതയോടെയുള്ള ഓട്ടം, ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ ഓടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ എന്തു ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന ചില പാപ സ്വഭാവങ്ങളും, നമ്മളത് നമ്മുടെ പാപമാണെന്ന് പോലും സമ്മതിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ഞാൻ ഇങ്ങനെയാണ്. ആരിങ്ങനെയാണ്? ഞാൻ ഇങ്ങനെയാണ്, എനിക്കിപ്പോ ഇത്രയേ ഒക്കത്തുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. ഈ പാപ സ്വഭാവവും ഒക്കെ ഒന്ന് വിട്ട് ഒരു പുതിയ സൃഷ്ടിയായി ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ കർത്താവേ, എന്നെ തന്നെ ഒന്ന് നിന്റെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുക. ഇതിൽ നിന്നൊരു എഴുന്നേറ്റം, ഇതിൽ നിന്നൊരു വീണ്ടെടുപ്പ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടാൻ സാധിക്കാത്തത്? പലപ്പോഴും ഈ ഓട്ടക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഓട്ടക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അത്ലറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, എത്തിച്ചേരേണ്ട ഒരു സ്ഥാനമുണ്ട്. അവരുടെ നോട്ടം അവിടെയാണ്. ഈ നോട്ടം കൃത്യമാണെങ്കിൽ മാത്രമേ എന്തും കൃത്യമാവത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നത് എന്തിനാ? പഠിക്കാനാ. അപ്പൊ ഏതെങ്കിലും ഒരു MS സൊല്യൂഷനോ എന്തെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് വെക്കുമ്പോഴായിരിക്കും ക്ലിങ് എന്ന് പറഞ്ഞ് മേളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അവരത് കൃത്യം അതേലോട്ട് പ്രസ് ചെയ്യും. ആദ്യത്തെ വീഡിയോ വരും.
രസകരമായി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത അതിന്റെ ബാക്കി വീഡിയോ വരും, അത് കണ്ടുകൊണ്ടിരിക്കും. കൃത്യസമയത്ത് അമ്മ അടുക്കളയിൽ നിന്ന് വരും. ഇനി ഇത്രയും നേരം ഈ മൊബൈലും കണ്ടോണ്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞ് നമ്മളോട് പറയും, അമ്മേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് യഥാർത്ഥത്തിൽ ഓൺ ചെയ്തത് പഠിക്കാനാ. പക്ഷെ ഓരോ നോട്ടിഫിക്കേഷനുകളുടെയും പുറകെ നമ്മൾ അറിയാതെ ഇങ്ങനെ കൈകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തില് നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടാൻ സാധിക്കാത്തത് ലക്ഷ്യം പലപ്പോഴും മാറിപ്പോകുകയാണ്. ഈ ഭാരം ഇറക്കി വെക്കാൻ നമുക്ക് ആഗ്രഹമില്ല. ഒരിക്കൽ ഒരു കാളവണ്ടിക്കാരൻ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ കാളവണ്ടിക്കാരൻ നോക്കുമ്പോൾ വലിയ ഭാരവും ചുമന്നുകൊണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ നടന്നു പോകുന്നു. ഈ കാളവണ്ടിക്കാരൻ ഒരു കാളവണ്ടി നിർത്തി. എന്നിട്ട് ആ അപ്പച്ചനോട് പറഞ്ഞു, കേറിക്കാട്ടെ ഈ കാളവണ്ടിയിലോട്ട്. ക്ഷണിച്ചു. ഈ കാളവണ്ടിക്കാരൻ ചോദിച്ചു, കയറിയോ? അപ്പച്ചൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. മുന്നോട്ടുള്ള യാത്രയിൽ ഈ കാളവണ്ടിക്കാരൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതിനെല്ലാം ഉത്തരം മുക്കലും മൂളലും മാത്രമാണുള്ളത്. അപ്പൊ കുറെ നേരം കഴിഞ്ഞും ഈ കാളവണ്ടിയിൽ ഇരിക്കുന്നയാൾ കാളവണ്ടിക്കാരനോട് ഒന്നും തിരിച്ചു ചോദിക്കാത്തത് കൊണ്ട് ഇയാൾ ഈ കാളവണ്ടിയിൽ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, പ്രായമുള്ള അപ്പച്ചൻ കാളവണ്ടിയിൽ ഇരിപ്പുണ്ട് എങ്കിലും ഇപ്പോഴും തന്റെ തലയിൽ ആ ചുമട് ചുമന്നുകൊണ്ട് തന്നെ ഇരിക്കുക. നമ്മളെല്ലാം പലപ്പോഴും ഭക്തന്മാരാണെങ്കിലും നമ്മുടെ ചില ചുമടുകൾ ഇറക്കി വെക്കാൻ, പിണക്കത്തിന്റെ ചില ചുമടുകൾ ഇറക്കി വെക്കാൻ, വാശിയുടെ ചില ചുമടുകൾ ഇറക്കി വെക്കാൻ, വൈരാഗ്യത്തിന്റെ ചില ചുമടുകൾ ഇറക്കി വെക്കാൻ, പ്രാർത്ഥനയിൽ കള്ളത്തരം കാണിക്കുന്ന ചില ചുമടുകൾ ഇറക്കി വെക്കാൻ, വിട്ടുകൊടുക്കലിന്റെ ചില ചുമടുകൾ ഇറക്കി വെക്കാൻ പ്രിയരെ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തനം 22-ാം വാക്യം പറയുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാമെന്ന്. അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക, അവൻ നിന്നെ പുലർത്തും. സങ്കടങ്ങളും നിരാശകളും പ്രയാസങ്ങളും പ്രശ്നത്തിനുള്ള കാരണങ്ങളും എല്ലാം കർത്താവിന്റെ മേൽ വെക്കുക. നോട്ടം ആരെയായിരിക്കണം? പെരുന്നാളുകളിൽ സഹത കണ്ട ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കണം. സഹതന്മാർ ആരാണ്? സഹതന്മാർ വഴിവിളക്കുകൾ പോലെയാണ്. വഴിവിളക്കുകളുടെ പ്രത്യേകത എന്താണ്? വഴിവിളക്കുകൾ ചിലമ്പൊലി ശബ്ദങ്ങൾ കേൾപ്പിക്കാറില്ല, വഴിയിൽ പ്രകാശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വഴിവിളക്കുകൾ റോഡിൽ ഇരുട്ടിൽ തട്ടി വീഴാതെ ഇരിക്കാൻ പ്രകാശം പരത്തും. വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല. നമ്മൾ നോക്കിക്കോണം, ഈ പെരുന്നാളിന്റെ അവസാനം ഈ നാട് മുഴുവനും ഒന്ന് ഇളക്കും. എന്നാൽ സഹതന്മാർ അവരുടെ ജീവിതത്തിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയവരല്ല, മറിച്ച് വഴിവിളക്കുകൾ പോലെ ഞാനും നിങ്ങളും സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഇരുട്ടിൽ തട്ടി നമ്മൾ വീണുപോകാതെ ഇരിക്കാൻ ക്രിസ്തുവിന് വേണ്ടി സ്വയം എരിയുന്നവരാണ്. നമ്മൾക്ക് വേണ്ടി സദാ ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവരാണ് ഈ വിശുദ്ധന്മാർ. കാരണം അവരുടെ നോട്ടം ക്രിസ്തുവിലായിരുന്നു. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നോട്ടം ആരിലായിരിക്കണം? യേശുവിലായിരിക്കണം. യേശുവിനെ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് എളുപ്പമല്ലേ? നമ്മൾ എന്നും വന്ന് അങ്ങോട്ടൊക്കെ തന്നെയല്ലേ? എന്നാൽ അതിന്റെ താഴെ പറയുന്നുണ്ട്, യേശുവിനെ നോക്കിയാൽ എന്ത് കാണാം? 2-ാം വാക്യത്തിൽ കൂട്ടിച്ചേർക്കുന്നു, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. യേശുവിനെ നോക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്നത്? നമ്മൾ യേശുവിനെ നോക്കുമ്പോൾ കുഞ്ഞു പിള്ളേരെ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് അല്ലേ? ചില കുഞ്ഞുങ്ങൾ അങ്ങനെ അവധിയായിട്ട് വീട്ടിലിരിക്കുക, മോനേന്നൊന്ന് വിളിച്ചു പോയാൽ മമ്മി വരുവാണെങ്കിൽ അടുക്കളയിൽ ഇച്ചിരി വെള്ളവും ബിസ്ക്കറ്റ് ഇങ്ങനെ വലിയൊരു ലിസ്റ്റിങ് തരും. ഇതുപോലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊക്കെ കിട്ടണം. എന്നാൽ ഇവിടെ സ്ലീഹ പറയാണ്, തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു. എന്താ കർത്താവിന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം? തിരികെ പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുക. എന്റെയും നിങ്ങളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് മരണമല്ല. ഈ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അവസാനം എന്തല്ല? മരണമല്ല, തിരിച്ച് നിത്യജീവനിൽ എത്തിച്ചേരുക എന്നുള്ളതാ. ഈ ലോകം അതിനുള്ളൊരു
ടെസ്റ്റ് നടക്കുന്ന ഒരു ഗ്രൗണ്ട് മാത്രമാണ്. അതിനാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിന്റെ 54 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളാകുന്നു എന്ന്. അപ്പൊ നമ്മളിവിടെ ആരാണ്? നമ്മളിവിടെ വെറും പ്രവാസികളാ, അന്യന്മാരാണ്. നമ്മളിവിടെ പരദേശികളാണ്. നമ്മളുടെ ലക്ഷ്യം എവിടെയാണ്? നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? അങ്ങ്. അതുകൊണ്ട് തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം കർത്താവ് ഓർത്തു. ഈ ഭൂമി നൽകിയ അപമാനം അവൻ അലക്ഷ്യമാക്കി. എന്നിട്ട് എന്തു ചെയ്തു? ക്രൂശിനെ സഹിച്ചു. നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത എന്താണ്? ജീവിതത്തിന്റെ കുരിശുകൾ കൊണ്ട് പലപ്പോഴും വീണു പോകുന്നവരാണ് നമ്മൾ, അല്ലെ? എത്രയോ രാത്രികാലങ്ങളിൽ കണ്ണുനീര്, എത്രയോ രാത്രിയിൽ നമ്മൾ കണ്ണുനീരോടുകൂടി എഴുന്നേറ്റിരുന്നിട്ടുണ്ട്. എത്രയോ ദിവസം ആശുപത്രി വരാന്തയുടെ വാതുക്കൽ ഇരുന്നിട്ടുണ്ട്. എത്രയോ നേരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എത്രയോ നേരം നമ്മുടെ ജീവിത പങ്കാളിയെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലപ്പോഴും നമ്മൾ വീണു പോകുമ്പോൾ കർത്താവിന്റെ കുരിശിലേക്ക് ഒന്ന് നോക്കണം. കർത്താവിന്റെ കുരിശിലേക്ക് ഒന്ന് നോക്കുവാൻ തക്കവണ്ണം സ്ഥിരതയോടെ ഓടാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ കുരിശുമായിട്ട് തളർന്നു പോകുന്നവരാ. പലപ്പോഴും നമ്മൾ കുരിശുമായിട്ട് വീണു പോകുന്നവരാ. പലപ്പോഴും ദൈവത്തോട് പരിഭവിക്കുന്നവരാ. അതുകൊണ്ടാണ് 3-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതെ ഇരുപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ തന്നെ ധ്യാനിച്ചു കൊള്ളുവിൻ. നമ്മുടെ കർത്താവ് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കുമായിരിക്കും, അവൻ ദൈവമായിരുന്നെങ്കിൽ എങ്ങനെയാ മനുഷ്യൻ അവനെ കൊല്ലാൻ പറ്റിയത്? എന്തിനു വേണ്ടിയാ? അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മളിൽ ഒരുവനായി. നമ്മളെ പോലെ ഈ ഭൂമി കൊടുക്കുന്ന എല്ലാ വേദനകളും നിന്ദകളും പരിഹാസങ്ങളും അവൻ ഏറ്റെടുത്തു. അവൻ കുരിശിൽ മരിച്ചു. പ്രിയമുള്ളവരെ, കുരിശിൽ കിടന്ന് അവനൊന്ന് വിരൽ ഞൊടിച്ചിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മീഖായേൽ ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരില്ലായിരുന്നോ? 9 വിൻവൃന്ദം മാലാഖമാർ കാൽവറിയുടെ നെറുകയിൽ പാളയം ഇറങ്ങില്ലായിരുന്നോ? അവർ വന്ന് ദൈവത്തിന്റെ പുത്രനെ കൊണ്ടുപോകില്ലായിരുന്നോ? എങ്കിലും നമ്മളെ പോലെ നമ്മുടെ കണ്ണുനീരറിയാൻ, നമ്മുടെ വേദന അറിയാൻ അവൻ നമ്മളിൽ ഒരുവനായി നമുക്ക് വേണ്ടി വേദനകൾ സഹിച്ച് നമുക്ക് വേണ്ടി പാപം ഏറ്റെടുത്തു. എന്റെ വിഷമം നമ്മൾ പലപ്പോഴും പറയും, നിങ്ങളോടൊന്നും പറഞ്ഞാൽ എന്റെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇത് കുടിച്ചവർക്ക് മാത്രമേ, ഈ പാനപാത്രം കുടിക്കുന്നവർക്ക് മാത്രമേ. നമ്മൾ പറയും, അച്ഛന് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനിപ്പോ കടന്നു പോകുന്ന. എന്നാൽ നമ്മുടെ കർത്താവ് എല്ലാത്തിൽ കൂടിയും കടന്നുപോയവനാ. അവൻ പാപികളോടുകൂടി ഇരുന്നതിന്, അവൻ സ്ത്രീകളോടുകൂടി ഇരുന്നതിന്, അവൻ ചുങ്കക്കാരോടുകൂടി ഇരുന്നവന്, അവൻ രോഗികളെ സൗഖ്യമാക്കിയതിന്, അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു, അവൻ പിശാചിനെ കൊണ്ട് നടക്കുന്നവനാണെന്ന് പറഞ്ഞു. പരസ്യമായി അവന്റെ അങ്കിക്ക് ചീട്ടിട്ടു, പരസ്യമായി അവന്റെ അങ്കി വലിച്ചു കീറി, നഗ്നനായിട്ട് അവനെ നടത്തി, നഗ്നനായിട്ട് അവനെ കുരിശിൽ ചുമത്തി. ഒരിക്കല് വലിയ സങ്കടങ്ങളുമായിട്ട് ഒരച്ഛൻ ഒരു തിരുമേനിയുടെ അടുത്ത് ചെന്നു. ഒരു തിരുമേനി തന്നെ പ്രസംഗിച്ചത് കേട്ടതാണേ. അച്ഛൻ പറഞ്ഞു, എനിക്കിനി അവിടെ പറ്റത്തില്ല, അവന്മാർ എന്നെ തറയിലോട്ട് നിർത്തത്തില്ല. അപ്പൊ മറുപടിയായിട്ട് തിരുമേനി ചോദിച്ചു, അച്ഛാ, അവർ പൊതുയോഗം കൂടുന്നതിനിടയ്ക്ക് അച്ഛന്റെ വസ്ത്രം വലിച്ചു കീറി അച്ഛനെ നഗ്നനായി നടുവിൽ നിർത്തിയോ? അച്ഛൻ പറഞ്ഞു, ഇല്ല, എന്നെ നിർത്തിയില്ല. അച്ഛാ, പരസ്യമായിട്ട് അവർ അച്ഛന്റെ മുഖത്ത് തുപ്പിയോ? അച്ഛൻ പറഞ്ഞു, ഇല്ല തിരുമേനി, എന്നെ തുപ്പിയില്ല. പരസ്യമായിട്ട് കോലുകൊണ്ട് അച്ഛന്റെ തലയിൽ അടിച്ചോ? ഇല്ല തിരുമേനി, അവരെന്നെ അടിച്ചില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കർത്താവ്, നമ്മൾ കടന്നു പോകുന്ന വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന്. പക്ഷേ നമ്മുടെ കർത്താവ് അതിനു മുൻപേ ഇതെല്ലാം സഹിച്ചു. അതുകൊണ്ടാ പറയുന്നത്, ഏതു വേദനയിലും ആരെ ധ്യാനിച്ചു കൊള്ളണം? ക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളണം. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും ഒരേ ഫലമാണ്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും ഒരേ ഫലമാണെങ്കിൽ പിന്നെ എന്തിനാണ്? അതെപ്പോഴാണോ വ്യത്യാസം മനസ്സിലാകുന്നതെന്നറിയോ? വ്യത്യാസം മനസ്സിലാകുന്നത് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിന്റെ തകർച്ചകൾ വരുമ്പോൾ, ജീവിതത്തിന്റെ താളം തെറ്റുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവനെ ക്രിസ്തു തന്റെ മാറോട് ചേർത്ത് പിടിക്കും. അപ്പൻ ഉപേക്ഷിച്ചാലും, അമ്മ ഉപേക്ഷിച്ചാലും, ജീവിത പങ്കാളി ഉപേക്ഷിച്ചാലും, മക്കള് തള്ളി പറഞ്ഞാലും ഒരു ഭക്തന്റെ അവകാശമാ.
അവനെ എന്തു ചെയ്യും? അവനെ കർത്താവ് നെഞ്ചോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട, ഈ അവസ്ഥയൊന്നും കണ്ട് നീ പേടിക്കേണ്ട, ഞാനാ നിന്റെ ദൈവം. നീ ഇന്ന് ചിലപ്പോ വെള്ളത്തിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്, ഈ വെള്ളമൊന്നും നിന്നെ മുക്കിക്കളയില്ല. നീ ചിലപ്പോ തീയിൽ കൂടെ ആയിരിക്കും ഇന്ന് നടക്കുന്നത്, ഈ തീ നിന്നെ നശിപ്പിക്കുകയില്ല. കാരണം ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഏതൊരവസ്ഥയിലും നിന്നെ അറിയാൻ എനിക്ക് സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, നമുക്ക് വലിയ ആശ്വാസമാണ്. അങ്ങനെയെങ്കിൽ തിരിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തിരിച്ച് ദൈവവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമെന്നുള്ളത് ഒരു ന്യായമായ വസ്തുതയല്ലേ? നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഉദാഹരണം, നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ബാംഗ്ലൂരിലേക്ക് വിട്ടു എന്ന് വിചാരിക്കുക. കോളേജിൽ നിന്നൊരു ഫോൺ വന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നുടനെ പ്രിൻസിപ്പൾ പറയുകയാണ്, നിങ്ങളുടെ മോൻ കോളേജിൽ വരാറുമില്ല, ക്ലാസ്സിൽ കയറാറുമില്ല, പരീക്ഷയ്ക്കൊന്നും ജയിച്ചിട്ടുമില്ല, പല പരീക്ഷകളും ഇനി എഴുതാനുമുണ്ട്, ഞങ്ങൾക്കിനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മോനെ കൊണ്ടുപോയിക്കോ. നമ്മളിവിടെ കടപ്പെടുത്തിയായിരിക്കും വലിയ പ്രതീക്ഷയോടെ ആരെ വിട്ടിരിക്കുന്നത്? മക്കളെ വിട്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിക്കേ. എത്ര നിന്ദയാർന്ന അവസ്ഥ. ഇതേ അവസ്ഥയിലാണ് പലപ്പോഴും പിതാവാം ദൈവം കടം വാങ്ങി തന്റെ സ്വന്തം പുത്രനെ, ജീവനെയാണ് വിലയായിട്ട് നൽകി നമ്മളെ വീണ്ടെടുത്തത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്തായിരിക്കും ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ്? വിശുദ്ധ വേദപുസ്തകത്തില്, ഇയ്യോബിന്റെ പുസ്തകത്തില് കറക്റ്റായിട്ടും യഥാർത്ഥമായിട്ടും ഒരു ദൈവഭക്തനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും ഒരേ വാക്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. ഒരേ വാക്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. അത് യഹോവയാം ദൈവത്തിന്റെ വായ് തന്റെ ഭക്തനെ കുറിച്ച്, തന്റെ പ്രിയപ്പെട്ടവനെ കുറിച്ച് പറയാ. എന്താ പറയുന്നത് അറിയാമോ? ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമാണ് എന്ന് പറഞ്ഞാണ് ഒരു അധ്യായം തന്നെ ആരംഭിക്കുന്നത്. ഒരു മനുഷ്യന്റെ വിശേഷണം. നമ്മൾ പലരെയും കുറിച്ച് പറയാറുണ്ടല്ലോ, അയ്യോ ഇതുപോലെ ഒരു മനുഷ്യൻ, അല്ലേ? എന്നാൽ ദൈവത്തിന്റെ വായ തന്റെ ഭക്തനെ കുറിച്ച് പറയാ. രണ്ടാമത് അത് എപ്പോഴാ പറയുന്നത്? 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാ. കാരണം എന്താണെന്നറിയാമോ? 1-ാം അധ്യായത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവപുത്രന്മാരെല്ലാം വന്നു ചേർന്ന് നിന്നു. സാത്താനും അവിടെ വന്നു ചേർന്ന് നിന്നു. അവിടെ ദൈവം സാത്താനോട് ചോദിക്കുക, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. യഹോവയാം ദൈവം ചോദിക്കുകയാണ്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? നമ്മള് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നാൽ, നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് എന്നോട് ചെങ്ങന്നൂര് പുത്തങ്കാവിലൊക്കെ പരിചയമുള്ളവർ ആരെങ്കിലും ഒക്കെ വന്ന് ഓടി വന്ന് ചോദിക്കും, കൊച്ചുമേ നിങ്ങളുടെ വീടിന്റെ അടുത്താണോ അവറാച്ചായൻ താമസിക്കുന്നത്? പറയണം കേട്ടോ. കാരിച്ചാലുള്ള തോമസ് കുട്ടിയെ കണ്ടെന്ന് പറയണം കേട്ടോ. നമ്മൾ അങ്ങനെ ഒന്ന് പരിചയപ്പെടാറില്ലേ? നമ്മൾ ചെന്ന് പരിചയപ്പെടാറില്ലേ? നമുക്ക് നല്ല പരിചയമുള്ള, നമുക്ക് നല്ല സ്നേഹമുള്ള, നമുക്ക് നല്ല ഇഷ്ടമുള്ളവരെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ പേര് ചൊല്ലി ഒരാളോട് ചോദിക്കുന്നത്. ഇവിടെ ഭൂമിയിൽ എത്രയോ പേരുണ്ട്, എങ്കിലും അഭിമാനത്തോടെ തികച്ചും കോൺഫിഡൻസോടുകൂടി യഹോവയാം ദൈവം സാത്താനോട് ചോദിക്കുക, നീ ഭൂമിയിൽ ഊടാടിയൊക്കെ സഞ്ചരിച്ചിട്ട് എന്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോ? നീ അവന്റെ മേൽ ദൃഷ്ടി വെച്ചോ? അവനെ നിനക്കൊന്നിലും തോൽപ്പിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു വിശ്വാസം. അത് ദൈവത്തിന് ഓരോ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എന്നെ ദൃഷ്ടി എന്നെ മേൽ വെച്ചിഷ്ടം, ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്നു. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഇങ്ങനെ ദൃഷ്ടി എൻ്റെ മേൽ വെച്ച് ഇഷ്ടത്തോടെ എന്നെ നോക്കുന്ന ഒരു ദൈവം, ദൃഷ്ടി എൻ്റെ മേൽ വെച്ച് എന്നെ ഇഷ്ടമായിട്ട് നോക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ദൈവം ചോദിക്കുക,
നീ എന്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോ? അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. സാത്താൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? 10ാമത്തെ വാക്യം, ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് വെറുതെയോ? വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിട്ടിരിക്കുന്നത് എന്ന് സാത്താൻ ദൈവത്തോട് ചോദിക്കുക. ചേർന്ന് പറയാ, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. എന്തുകൊണ്ടാ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതെന്നാ പറയുന്നത്? ദൈവം നമുക്ക് വേലി കെട്ടിയിട്ടുണ്ട്, അല്ലെ? നമുക്ക് വീടുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് സുഖമുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്ന് നീ ഇവർക്ക് വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ആരാണ്? നമ്മളിലെ യഥാർത്ഥ ഭക്തി പുറത്തു വരുന്നത് എപ്പോഴാണെന്നറിയോ? ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാ. അപ്പൊ നമ്മൾ വീട്ടിൽ പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടി ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. വഴക്കുണ്ടാക്കാൻ എൻ്റെ വീട്ടിൽ ജീവിത പങ്കാളി വരുമ്പോൾ അതിനെ അതിജീവിച്ച് മൗനം പാലിക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ വേലി പൊളിക്കാൻ ഞാൻ സാത്താനെ അനുവദിക്കാതിരിക്കുന്നത്. പലപ്പോഴും തകർച്ച വരുമ്പോൾ എന്നിൽ നിരാശയും കൊണ്ട്, നിരാശയുടെ വേലി കൊണ്ട് സാത്താൻ വരുമ്പോൾ ഞാൻ അതിന് ഇടം കൊടുക്കാതെ ഇരിക്കണം. എന്നാൽ യഹോവയാം ദൈവം ഇയ്യോബിനെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പല പരീക്ഷണങ്ങളിലും നമ്മൾ ചോദിക്കാറുണ്ട്, ദൈവമേ നീ ഇതൊന്നും, ഒരു കൊച്ചൻ പഠിച്ചിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നീ ഇതൊന്നും കാണുന്നില്ലേ ദൈവമേ എന്ന് ചോദിക്കും. അപ്പൊ യഹോവയാം ദൈവം ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇയ്യോബിനെ യഹോവയാം ദൈവം സാത്താന്റെ കയ്യിൽ വിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുക. ടെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു? ഒറ്റ ദിവസം കൊണ്ട് ഇയ്യോബ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദാസൻ ഓടി വന്നിട്ട് പറഞ്ഞു, ശെബായർ വന്ന് നിന്റെ കാളകളെയും കഴുതകളെയും പിടിച്ചോണ്ടുപോയി. മറ്റൊരു ദേശത്ത് നിന്നൊരു ദാസൻ ഓടി വന്നിട്ട് പറഞ്ഞു, ആടുകളെയും വേലക്കാരെയും ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വന്ന് കത്തിച്ചു കളഞ്ഞു. അടുത്ത ദേശത്ത് നിന്ന് വേറൊരാൾ ഓടിയിട്ട് വന്ന് പറഞ്ഞു, കൽദയർ നിന്റെ ഒട്ടകത്തെയും നിന്റെ വേലക്കാരെയും പിടിച്ചോണ്ടുപോയി. 4ാമത്തെ ദിക്കിൽ നിന്നും ഒരു ദൂതൻ ഓടി വന്നിട്ട് പറയുകയാണ്, ഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്നു, വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് നിന്റെ യൗവനക്കാരായ നിന്റെ മക്കളെ 10 പേരുടെയും ജീവനെ എടുത്തു. ഒറ്റ ദിവസം കൊണ്ട് സകലതും നഷ്ടപ്പെട്ട് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യമാകുമ്പോഴത്തേക്കും ഇയ്യോബിന് ഒറ്റ ദിവസം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടു. സകലതും നഷ്ടപ്പെട്ടതിന് ശേഷം ഇയ്യോബ് തന്നെ സമർപ്പിച്ചുകൊണ്ട് യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ഇങ്ങനെ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവരുടെ വീട്ടില്, ഒരു മരണ വീട്ടിൽ പോയിട്ട് പ്രാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പോരാൻ നേരത്ത് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്നോർത്ത് നമ്മൾ അവരുടെ തോളിൽ തട്ടിയിട്ട് പറയും, യഹോവ തന്നു, യഹോവ എടുത്തു, എന്നാ ചെയ്യാനാ, പോയിട്ട് നാളെ രാവിലെ ബാക്കി പാടാൻ നാളെ രാവിലെ വരാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പച്ചയായ ജീവിതത്തിൽ ഇത്രയും സംഭവിച്ചിട്ട് ഇയ്യോബിനെ കണ്ടിട്ട് വീണ്ടും 2-ാം അധ്യായത്തില് സ്വർഗത്തിൽ വീണ്ടും ദൈവപുത്രന്മാർ വന്നു ചേർന്നു. സാത്താനും അവിടെ ചെന്നു. അപ്പോൾ യഹോവയാം ദൈവം ചോദിച്ചു, സാത്താനെ നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. വീണ്ടും ചോദിക്കുക 3-ാമത്തെ വാക്യത്തില്, എന്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ? അവൻ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മളെ തകർത്ത് കളയാനല്ല. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് നമ്മളെ ഉടച്ചു കളയാനല്ല. പ്രതിസന്ധികള് നമ്മളെ ഇല്ലായ്മ ചെയ്യാനല്ല. പ്രതിസന്ധികള് 3 തരത്തിലാ ഉള്ളത്. 1-ാമത്തെ പ്രതിസന്ധി എന്നെ കൂടുതൽ ശ്രേഷ്ഠമാക്കാൻ, എന്നെ കൂടുതൽ മേന്മയുള്ളതാക്കാൻ, എന്നെ കൂടുതൽ ഉരുകി വാർത്തെടുക്കാൻ, ഈ ദേശത്ത് ഇന്നത്തേക്കാൾ അധികമായിട്ട് എന്നെ ഉയർത്തി നിർത്താൻ ഇന്നു ഞാൻ കടന്നു പോകുന്ന ചില നിന്ദകൾ, അല്ലെ, ആർക്കുമില്ലാത്ത നിന്ദകൾ എനിക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത കഷ്ടതകൾ എനിക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ദുഃഖങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഓർക്കുക, അവൻ എന്നെ
ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എന്റെ കവിളിൽ ഒരു മുത്തം നൽകി. കേൾക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുൾമുടി അണിഞ്ഞവൻ മുത്തം നൽകിയാൽ എങ്ങനെയിരിക്കും? മുൾമുടി കൊണ്ട് എന്റെ മുഖം മുറിയും. പക്ഷെ അപ്പോഴും അവൻ നൽകുന്നത് ഒരു മുത്തമാണ്. എന്തിനു വേണ്ടിയാണ്? എന്നെ കൂടുതൽ മേന്മയുള്ളവനാക്കാൻ. രണ്ടാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയാമോ? ശത്രു കൊണ്ടുവരുന്ന പ്രതിസന്ധിയാ. മൂന്നാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയാമോ? നമ്മൾ തന്നെത്താൻ വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധികളാ. ഇവിടെ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി, ഇതെല്ലാം എന്റെ ദൈവത്തോട് അടുക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം. ഈ അവസരങ്ങളെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ കഷ്ടവും നഷ്ടവും ശോധനകളെല്ലാം അവസരങ്ങളാക്കി, ഈ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. എനിക്കിതൊന്നും വേണ്ട എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കർത്താവ് പറയും, ക്രൂശില്ലാതെ ഒരു ഉത്ഥാനമില്ല. ക്രൂശില്ലാതെ ഒരു ഉത്ഥാനമില്ല. നിന്റെ ഭാരം എന്റെ മേൽ വെക്ക്, ഞാൻ നിന്നെ പുലർത്താം. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ദൈവപുരുഷന്മാർ തങ്ങളുടെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയത് കാണാം. അതിലൊരു ഉദാഹരണം ഈ സന്ധ്യയിൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിന്റെ കാലത്ത് മുമ്പ് ഉണ്ടായതുപോലത്തെ ഒരു ക്ഷാമം വീണ്ടും ആ ദേശത്തുണ്ടാകുകയാണ്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അത് അമാലേക്കിന്റെ ദേശമാണ്. എന്തുകൊണ്ടാണ് ആ ദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചതെന്നോ? തന്റെ പിതാവായ അബ്രഹാം പണ്ട് ക്ഷാമമുണ്ടായ സമയത്ത് ഈ ഗെരാർ എന്ന ദേശത്താണ് പോയത്. അന്ന് അവിടെ പോകുകയും കിണറുകൾ കുഴിക്കുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്ത ദേശ. എങ്കിലും യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തി യഹോവയോട് അവൻ ആലോചന ചോദിച്ചു. ആലോചനയ്ക്ക് മറുപടിയായിട്ട് യഹോവയാം ദൈവം പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുത്. എവിടേക്ക് പോകരുത്? മിസ്രൈമിലേക്ക് പോകരുത്. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ചോദിക്കും, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ഞാൻ ഉപവസിക്കാഞ്ഞിട്ടാണോ? ഞാൻ പെരുന്നാളിന് നേർച്ച കൊടുക്കാഞ്ഞിട്ടാണോ? എന്താ ഇങ്ങനെ വന്നത്? കാര്യങ്ങൾക്ക് മുൻപേ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന വ്യക്തിപരമായ ഒരു ബന്ധം എനിക്ക് ദൈവവുമായി ഉണ്ടായിരിക്കണം. നമുക്ക് കൂടുതലും വ്യക്തിപരമായ ബന്ധം എന്താണെന്നറിയോ? രാവിലെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു, കുരിശ് വരയ്ക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. രാത്രി വീണ്ടും കുരിശ് വരയ്ക്കുന്നു, കയറി കിടക്കുന്നു. പലർക്ക് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഇങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഇസഹാക്ക് തന്റെ അപ്പനെ പോലെ ദൈവത്തോട് ആലോചന ചോദിക്കുക. ഇവിടെ ഗരാർ എന്ന ദേശത്ത് നീ താമസിക്കുക എന്ന് യഹോവയാം ദൈവം പറയുക. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് 3 പ്രോമിസുകള്, 3 സത്യങ്ങളാണ് യഹോവയാം ദൈവം ഇസഹാക്കിനോട് സത്യം ചെയ്യുന്നത്. ഒന്നാമത് 3-ാമത്തെ വാക്യത്തിൽ ഒന്നാമത് പറയുന്നു, നീ ദേശത്ത് താമസിക്കുക. 2, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. 3, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ഒക്കെയും തരും. പ്രിയമുള്ളവരെ, നമുക്കും ഈ ദേശത്ത്, ഈ കാര്യചാലിന്റെ ദേശത്ത് ഇതിൽ കൂടുതൽ ആഗ്രഹം ഉണ്ടോ? 1, നമുക്ക് ഈ ദേശത്ത് സമാധാനത്തോടുകൂടി തല ഉയർത്തി ഒന്ന് ജീവിക്കണം. 2, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഈ ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ നമ്മള്? ഒരു 20 വർഷം പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ കാണുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മുടെ വീട് 20 വർഷം മുൻപ് ഇങ്ങനെ ആയിരുന്നോ? ഈ വീട്, നമ്മുടെ ഊണമേശകൾ 20 വർഷം മുൻപ് ഇങ്ങനെ ആയിരുന്നോ? നമ്മുടെ തുണി അലമാരകൾ 20 വർഷം മുൻപ് ഇങ്ങനെ ആയിരുന്നോ? നമ്മുടെ ദേവാലയം 20 വർഷം മുൻപ് ഇങ്ങനെ ആയിരുന്നോ? ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായിട്ട് തന്നാണ് ഈ ദേശത്ത് നമ്മളെ എണ്ണി നോക്കിയാൽ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, ഒന്ന് എണ്ണി നോക്ക്. എത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. സമ്മതിക്കുന്നില്ല? സമ്മതിക്കുന്നു. സമ്മതിച്ചേ മതിയാവൂ. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ അത് ശ്രദ്ധ വെച്ചു കേട്ടു എന്നാണ്
മീഖാ പ്രവാചകന്റെ പുസ്തകം പറയുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമത്തെ അനുഗ്രഹം, നിന്റെ സന്തതിക്ക്, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. ഒന്ന്, ഞാൻ ഈ ദേശത്ത് താമസിക്കുക. രണ്ട്, ഈ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും. മൂന്ന്, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം തരും. നമ്മുടെയും ആഗ്രഹം അത് തന്നെയാണല്ലേ. നമ്മൾ നിമിത്തം ഒന്നും വിറ്റും പെറുക്കിയും പോകരുത്. നമ്മുടെ മക്കൾക്ക് ഇതിൽ കൂട്ടിക്കൊടുക്കണം, എന്നും കൂട്ടിക്കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ചേർത്ത് പറയുന്നുണ്ട്, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. ഇത് ആരോട് ചെയ്ത സത്യമാണ്? പിതാവായ ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യമാണിത്. അതാണ് യഹോവ നിവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യമുണ്ട്. ഇന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്ന സകലതും നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാൻ കഷ്ടപ്പെട്ട്. ആരാ ആരാണ് കഷ്ടപ്പെട്ടത്? ആരാണ് കഷ്ടപ്പെട്ടത്? പറ, ആരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ? ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയാറുണ്ട് ഞാൻ. ആര് കഷ്ടപ്പെട്ടു? ഞാൻ അല്ല. ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയിലും ഓലമേഞ്ഞ വീട്ടിലും ഇരുന്ന് കണ്ണുനീരോടുകൂടി മുട്ടുമടക്കി പ്രാർത്ഥിച്ച അബ്രഹാമിനെ പോലെ വിശ്വസ്തരായ, ഈ ദേശത്ത് പാർത്ത വിശ്വസ്തരായ പിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഈ അനുഭവിക്കുന്ന നന്മയെല്ലാം. നമ്മുടെ മുൻപിൽ തുറന്നിരിക്കുന്ന വഴികളിലേറെയും നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അങ്ങനെയെങ്കിൽ തിരിച്ചൊരു ചോദ്യമുണ്ട്, അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ എന്റെ കണ്ണുനീരും എന്റെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ നീതിയുള്ളതാണോ? തിരിച്ച് ഇസഹാക്കിലേക്ക് വരാം. ഇസഹാക്ക് ആ ദേശത്ത് പാർത്തു. ഇസഹാക്ക് ആ ദേശത്ത് കൃഷി ചെയ്തു. 10, 11, 12, 13 വാക്യങ്ങളിൽ ആ ദേശത്ത് അവൻ വർദ്ധിച്ചു വന്നു. ആടുകളും മാടുകളും കന്നുകാലികളും എല്ലാമായിട്ട് ഇസഹാക്ക് ആ ദേശത്ത് വർദ്ധിച്ചു. ഇസഹാക്ക് ആ ദേശത്ത് വർദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, 100 മേനി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ എന്ത് ചെയ്തെന്നറിയാമോ? അവന്റെ കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. നമ്മളും പലപ്പോഴും പറയാറില്ലേ, ദൈവമേ, എന്റെ പല അനുഗ്രഹങ്ങളും കൈയുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പലരും മണ്ണിട്ട് മൂടാനും നികത്തി കളയാനും ഓടിച്ചു വിടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മളും പറയാറില്ലേ. ഇവിടെ ഇവനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു അവന്റെ കിണർ. ഇസഹാക്ക് അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ നിന്ന് ആട്ടിടയന്മാർ അവനെ ഓടിച്ചു വിട്ടു. അടുത്ത ദേശത്തേക്ക് പോയി. അബ്രഹാം കുഴിച്ച കിണറിൽ നിന്ന് അവകാശം കൊടുക്കാതെ വീണ്ടും ആട്ടിടയന്മാർ അവനെ ഇറക്കി വിട്ടു. ഇസഹാക്കാകട്ടെ ഇതിലൊന്നും തകർന്നു പോയില്ല, ഇതിലൊന്നും തളർന്നു പോയില്ല. ഇസഹാക്ക് മൂടിയ കിണറിലേക്ക് നോക്കി കരഞ്ഞില്ല. ഓടിച്ചു വിട്ട ആട്ടിടയന്മാരെ നോക്കി പരിഭവിച്ചില്ല. കൊടുക്കാതിരുന്ന അവകാശങ്ങളെ എണ്ണിപ്പെറുക്കി പറഞ്ഞില്ല. ഇസഹാക്ക് കരഞ്ഞതോ ജീവനുള്ള ദൈവത്തെ നോക്കിയായിരുന്നു. ഇസഹാക്ക് കരഞ്ഞതോ ജീവനുള്ള ദൈവത്തെ നോക്കിയാണ്. ഇവിടെ എന്താണ് പ്രിയമുള്ളവരെ ഇസഹാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ മണ്ണിട്ട് മൂടുന്ന, നമ്മുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന, നമ്മളെ മാറ്റി നിർത്തുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമ്മളെ തകർത്ത് കളയുന്ന ആരെല്ലാം വന്നാലും ദൈവമേ എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കരയുന്നവരാകരുത് നമ്മൾ. മറിച്ച് പ്രശ്നങ്ങളെ, എനിക്കൊരു ദൈവമുണ്ട്, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ എന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് മക്കളുടെ മുൻപിൽ സാക്ഷ്യത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിപരമായ ബന്ധം എനിക്ക് എൻ്റെ ദൈവവുമായി ഉണ്ടായിരിക്കണം. ഈ വ്യക്തിപരമായ ബന്ധം ഉള്ളത് കൊണ്ടാണ് ഇസഹാക്ക് തളർന്നു പോകാതെ ഇരുന്നത്. വ്യക്തിപരമായ ബന്ധത്തിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ നമ്മളിൽ എത്ര പേരുണ്ട്? നമ്മളിൽ എത്ര പേരുണ്ടെന്നറിയാൻ ഈ ചെറുപ്പക്കാരോടൊന്ന് തന്നെത്താനെ വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി. അച്ഛൻ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഇവിടെ വന്ന് മൈക്കിൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കും. ലൈവ് ഉള്ളതുകൊണ്ടാ, അല്ലെ ഞാൻ ആ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു തരായിരുന്നു അല്ലേ. ഇപ്പോഴും വേണമെങ്കിൽ അപ്പയെ കാക്കണേ, അമ്മയെ കാക്കണേ. കാരണം എന്താ? പണ്ടങ്ങാണ്ട് കൊച്ചിലെ മടിയിലിരുത്തി. പിന്നെ ഒരു കാര്യവും കൂടെ അറിയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു. എനിക്ക് അത് കഴിഞ്ഞ് ഒന്നും പഠിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ദൈവത്തോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടില്ല. പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്ന
ചെന്നിടും നേരത്തഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിധേ ചെന്നുര ചെയ്ദേവം. പ്രാർത്ഥിപ്പാനായി ദൈവത്തിന്റെ മുൻപിൽ മറിയാം ചെന്ന നേരത്ത് ദൈവത്തിന്റെ ദൂതൻ മറിയാമിനോട് ചെന്ന് പറഞ്ഞു, രാജതനുജൻ മേവുന്ന മണിമന്ദിരമേ നിനക്ക് ശ്ലോമോ. നമ്മളോട് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാ, നിങ്ങളെല്ലാം ക്രിസ്തുവിന്റെ മന്ദിരങ്ങളാകുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ആരാണ്? ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്നു. പ്രാർത്ഥിപ്പാൻ നിൽക്കുന്ന നേരത്ത് ദൈവത്തിന്റെ ദൂതന്റെ കാലൊച്ച കേൾക്കാൻ എന്റെ ദൈവമേ, എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബത്തിൽ വ്യക്തിപരമായിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അപ്പന്മാരുണ്ടാകണം, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടാകണം, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന യുവജനങ്ങൾ നമുക്കുണ്ടാകണം. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പിന്നെയും വീണ്ടും ഉണ്ട് പ്രാർത്ഥന. ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കൈകൾ മലർത്തുമ്പോൾ ദ്രോഹം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അകറ്റണം, നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കുകയും അരുത് എന്ന്. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 13 മുതലുള്ള വേദഭാഗം. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ടല്ലോ അല്ലേ? നമ്മളെല്ലാം ആരാണ്? പലപ്പോഴും നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട് പ്രാർത്ഥനയും ജീവിതവുമായിട്ടൊരു മാച്ച് ഇല്ല. പ്രാർത്ഥനയും ജീവിതവുമായിട്ടൊരു മാച്ച് വേണം അല്ലേ? നീ ദൈവത്തിന് മുൻപിലേക്ക് കൈകൾ മലർത്തുമ്പോൾ ദ്രോഹം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. നീതിയല്ലാത്ത സംസാരങ്ങൾ, നീതിയല്ലാത്ത വസ്തുവകകൾ, നീതിയല്ലാത്ത പ്രവർത്തികൾ, നീതിയല്ലാത്ത ചോദ്യം ചെയ്യൽ. പലപ്പോഴും ഉറക്കെ പലതും ചോദിച്ച് ജയിക്കാൻ വേണ്ടി ചോദിക്കുന്നത് നീതിയാണെന്ന് സ്വയം പറയുന്നവരാ നമ്മള്. അങ്ങനെയെങ്കിൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം പറയുന്നുണ്ട്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ അവന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. എന്റെ നാവിന് കടിഞ്ഞാണിടാൻ സാധിച്ചിട്ട് വേണം അവങ്കലേക്ക് ഞാൻ കൈകളെ മലർത്താൻ. ദൈവമേ, എന്റെ പ്രാർത്ഥന നിന്റെ തിരുമുൻപാകെ സുഗന്ധം പോലെ ആയിരിക്കണമേ. ഇസഹാക്കിലേക്ക് തിരിച്ചു വരാം. ഹി വാസ് എ മാൻ ഓഫ് പേഴ്സണൽ പ്രയർ. വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന് ആ ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇസഹാക്കിനും അത് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് ദൈവവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദൈവവുമായി ഒരു ബന്ധമുണ്ടാകുകയുള്ളൂ. ഇവിടെ 4-ാം പ്രാവശ്യം ഇസഹാക്ക് അടുത്ത ഭൂമിയിലേക്ക് കാല് ചവിട്ടുകയാണ്. അടുത്ത ദേശത്ത് കാൽ ചവിട്ടി. ആരും അവനെ ഓടിച്ചു വിട്ടില്ല. 22-ാം വാക്യത്തിൽ ഇസഹാക്ക് പറയുകയാണ്, ഈ ദേശത്ത് നിന്ന് ആരും എന്നെ ഓടിച്ചു വിടാത്തത് കൊണ്ട് ഈ ദേശത്തിൽ ഒരു കിണർ കുഴിച്ച് അതിന് രഹോബോത്ത് എന്നൊരു പേരിടുകയാണ്. എന്താണ് ആ കിണറിന് പേരിട്ടത്? രഹോബോത്ത്. ഇന്ന് ഞാനും നിങ്ങളും എല്ലാം ഈ രഹോബോത്തിന്റെ അനുഭവത്തിലാണ്. ആരും നമ്മളെ ഓടിച്ചു വിടുന്നില്ല. നമ്മൾ ഈ പാർക്കുന്ന ദേശത്ത് നമുക്ക് ഒരു കുറവുമില്ല. രഹോബോത്തിന്റെ അനുഭവമായിരുന്നപ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാമോ? അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി അവനോട്, നീ ഭയപ്പെടേണ്ട, ഞാൻ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് വീണ്ടും പ്രോമിസ് കൊടുക്കുകയാണ്. അവിടെ ഇസഹാക്ക് എന്ത് ചെയ്തെന്നറിയാമോ? ഇത് കേട്ട ഉടനെ എഴുന്നേറ്റ് ഒരു യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു. എന്റെ കഷ്ടത്തിൽ എന്റെ കൈ പിടിച്ച് എന്നെ കുടുംബമായി വഴി നടത്തിയ ദൈവത്തിന്റെ മുൻപിൽ എന്റെ കുടുംബമായിട്ടുള്ള പ്രാർത്ഥന എന്റെ ദൈവം എന്നോട് ചോദ്യം ചെയ്യും. എന്റെ കുടുംബമായിട്ടുള്ള പ്രാർത്ഥനയിൽ എന്റെ പങ്കാളിത്തം എങ്ങനെയാണ്? പലരും ജോയിൻ ചെയ്യുന്നത് അല്ലേ? ചിലർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറും, ചിലർ തിരുവല്ലായിൽ നിന്ന് കയറും, ചിലർ ചെങ്ങന്നൂരിൽ നിന്ന് കയറും. ട്രെയിനിലൊക്കെ കയറുന്നത് പോലെ പലരും കുടുംബ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യും. വേറെ ചിലരാകട്ടെ എന്തൊക്കെയോ കാണാതെ പറയും. കുറച്ചു പേര് വെറുതെ ഇങ്ങനെ വിശ്രമിച്ചിരിക്കും. കുറച്ചു പേര് പ്രാർത്ഥന പകുതി ആവുന്നതിന് മുൻപ് ചാരി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു എഴുന്നേക്ക്. അപ്പോഴായിരിക്കും ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത്. എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു എന്ന് പറയുമ്പോൾ ദൈവം മുൻപാകെ അപേക്ഷയോടെ നിൽക്കുന്ന അപ്പനും അമ്മയും മക്കളും, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും മക്കളും ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ഏത് ഈശാനമൂല കാറ്റ് വീശിയാലും ആ ഭവനം കുലുങ്ങിപ്പോകില്ല. കുടുംബ പ്രാർത്ഥനകളാണ് കുടുംബത്തിന്റെ ആധാരം, കുടുംബത്തിന്റെ അടച്ചുറപ്പ്.
ക്രിസ്തുവാകുന്ന പാറമേൽ ഭവനങ്ങൾ പണിയപ്പെടണം. പ്രിയമുള്ളവരെ, ഇവിടെ ഇസഹാക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അച്ഛൻ സങ്കടം പറഞ്ഞല്ലോ, ഈ യാഗപീഠത്തിനോട് ചേർന്ന് വരാൻ അച്ഛന്റെ പ്രാർത്ഥന കേട്ടിട്ടാന്ന് തോന്നുന്നു ഈ വശമൊക്കെ നിറഞ്ഞ് പുറത്തു ആളുണ്ട് അച്ഛ, അല്ലെ? നീതിമാന്റെ പ്രാർത്ഥനയെ കേൾക്കുന്നവനായ ദൈവം. ഇത് വിഷമിക്കേണ്ട അച്ഛ. റാസയാവുമ്പോഴത്തേക്ക് റാസയെ മുഴുവൻ നിയന്ത്രിക്കാൻ അച്ഛന്റെ ആടുകളെല്ലാം അച്ഛൻ എന്തൊരു സന്തോഷം നോക്കിക്കേ. ഞാൻ പറയാനുള്ളത് അതെ, നമ്മളെല്ലാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ യാഗപീഠത്തിനോട് ചേർന്ന് ആരാധനയ്ക്ക് ഞാൻ എപ്പോഴാണ് എൻ്റെ ആരാധനയ്ക്ക് കടന്നു വരുന്നത്? പലപ്പോഴും പരിശുദ്ധ കുർബാന ഇവിടെ ആരംഭിച്ചു കഴിയുമ്പോൾ അച്ഛൻ ആദ്യത്തെ പാട്ട് പാടും. ഏതാ ആദ്യത്തെ ഗീതം? നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ഇത്രയും പാടിയിട്ട് അച്ഛൻ തിരിഞ്ഞു നോക്കും. പരിശുദ്ധ അമ്മയോടൊപ്പം പാടാൻ എനിക്ക് യോഗ്യത തരണമേ. അച്ഛന് മാത്രമേ യോഗ്യതയുള്ളൂ, പിന്നെ പ്രധാന ശുശ്രൂഷകരും 2 പേർ കൂടെ യോഗ്യതയുണ്ട്. ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. മുന്നം നിന്നാഗമനം ചൊല്ലിയ നൽനിബിയരോടൊപ്പം നാദാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. അവിടെ ഇവിടെയും കണ്ടത്തിൽ മുണ്ടി നിൽക്കുന്ന പോലെ 2 പേര്, പള്ളിയുടെ ഇവിടെയും പള്ളിയുടെ അവിടെയും. അത് കഴിഞ്ഞിട്ട് മഹിതന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊപ്പം അച്ഛൻ പറയാണ്, ജീവിച്ചു മരിച്ച നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ വിശുദ്ധന്മാരായ നമ്മുടെ പിതാക്കന്മാര് വന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? താക്കോൽ അന്വേഷിച്ച് വീട്ടിൽ കൂടെ നടക്കുന്നതേ ഉള്ളൂ. പള്ളി പോണോ? പള്ളി ഇച്ചിരൂടെ കഴിഞ്ഞു പോയാൽ മതിയോ? എങ്ങനെ പോണം എന്നൊക്കെ ആലോചിക്കുന്നതേ ഉള്ളൂ. ഒടുവിൽ ഗതി കെട്ടിട്ട് അച്ഛൻ പാടും, ഉജ്ജ്വല ദീപമേടും. ഒരു ഫാൻ ഓൺ ആക്കാനാണോ ഇത്രയും പേര് അങ്ങോട്ട് നോക്കുന്നേ? ഇവിടെ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരു അധ്യാപികയാണ്. ഒരു കുട്ടി തലയനക്കിയാൽ ഉജ്ജ്വല ദീപമെടുത്തോരഞ്ചറിവേറിയ നാരികളൊപ്പം. എന്താ അതിന്റെ അർത്ഥം? എന്താണ്? ബുദ്ധിയുള്ള കന്യകമാർ. ഈ ദേശത്ത് ബുദ്ധിയുള്ളവർ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അച്ഛൻ തിരിഞ്ഞു നോക്കും. 5, 8, 10 പേര്. എന്റെ ആരാധന ജീവിതം ഇസഹാക്ക് യാഗപീഠത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിച്ചതുപോലെ എനിക്കും ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നുണ്ടോ? ആരാധനയിൽ അലസനായിട്ടാണോ ഞാൻ നിൽക്കുന്നത്? എന്ത് സംഭവിക്കും? ആരാധനയിൽ വന്നിട്ട് ചുമ്മാ വന്ന് നിന്നാൽ എന്ത് സംഭവിക്കും? അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദരായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. ആരാധനയിൽ അലസത ബാധിച്ചാൽ, ആരാധനയുടെ സമയത്ത് ഈ മുറ്റത്തൂടൊക്കെ കറങ്ങി നടന്നാൽ, ആരാധനയുടെ സമയത്ത് ഓഫീസിൽ പോയിരുന്നാൽ, ആരാധനയുടെ സമയത്ത് കൊടിമരത്തിന് കാവൽ നിന്നാൽ, ആരാധനയുടെ സമയത്ത് കുരിശൻ തൊട്ടിക്ക് പോയി സംസാരിച്ചുകൊണ്ട് നിന്നാൽ, അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദരായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. ഇവിടെ യാഗപീഠത്തോട് ഇസഹാക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റപ്പോൾ ശത്രു ഇസഹാക്കിനെ അന്വേഷിച്ചു വരികയാണ്. ശത്രു ഇസഹാക്കിനോട് പറയുകയാണ്, നിന്നെ കാണാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന്. ഇസഹാക്ക് തിരിച്ചു ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ചു മതിയായില്ല എന്ന്. 28ാമത്തെ വാക്യത്തില് ശത്രുക്കൾ ഇസഹാക്കിനോട് പറയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഇത് നമ്മൾ പലപ്പോഴും പറയുന്നത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ വാശി ജയിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയും, നീ നോക്കിക്കോ ദൈവം എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ട്, അടുത്ത പെരുന്നാളിന് മുൻപ് നീ ഇത് പറ. പക്ഷെ അങ്ങനെയല്ല, അതൊരു ഭക്തന്റെ വായിൽ നിന്ന് വരേണ്ടതല്ല. ശത്രു നമ്മളോട് പറയണം, യഹോവ നിന്നോട് കൂടെയുണ്ട്. തെറ്റു ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മക്കളെ ചിന്തിക്കണം, ദൈവത്തെ വിളിക്കുന്ന ഒരു അപ്പൻ, ദൈവത്തെ വിളിക്കുന്ന ഒരു അമ്മ എനിക്ക് വീട്ടിലുണ്ട്. അവരുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ വീണാൽ ഞാൻ വെന്തുപോകും. തെറ്റു ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മക്കൾക്ക് ഒരു ഉൾബോധ്യം ഉണ്ടാകണമെങ്കിൽ യഹോവ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്ന് ഈ തലമുറയുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണം. ദൈവത്തെ വിളിക്കുന്ന ഒരു അപ്പൻ, ദൈവത്തെ വിളിക്കുന്ന ഒരു അമ്മ
എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ഈ തെറ്റിലേക്ക് വരില്ല എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് തോന്നണമെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും മക്കളും ഭവനത്തിലും സഭയിലും ആലയത്തിലും ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് ദേശം അനുഗ്രഹിക്കപ്പെടുന്നത്. കാരണം നമ്മൾ കണ്ടില്ലേ, വെറും 16 വയസ്സുകാരൻ ചെറിയൊരു ചുറ്റിക കൊണ്ട് വീട്ടിലുള്ള മുഴുവൻ പേരുടെയും അന്നേരം ഉണ്ടായിരുന്നവരുടെ എല്ലാം തലക്കടിച്ചു കൊന്നു, അല്ലെ? ഇത് നമ്മൾ ചിന്തിക്കും അതങ്ങ് വെഞ്ഞാറമൂട്ടിലല്ലേ, നമുക്കെന്താണ്? അല്ല, കോഴിക്കോട് തന്റെ കൂട്ടുകാരുടെ കൂടെ നിസ്സാര വാക്ക് തർക്കത്തിന് ഒരു പൂച്ചട്ടി എടുത്ത് തന്റെ കൂടെ പഠിക്കുന്നവന്റെ തല തകർത്ത് കൊല്ലപ്പെട്ടു. നമ്മൾ ചിന്തിക്കും അത് കോഴിക്കോടും മലപ്പുറത്തും ഒന്നും അല്ലേ എന്ന്. അല്ല, ഇത് നമുക്ക് ഏറ്റവും സമീപത്ത് ഈ തലമുറയ്ക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, ഈ യാഗപീഠത്തിന്റെ മുൻപിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ, അനുദപിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ദൈവത്തിന് കൊള്ളാവുന്നത് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. സഹോദരന്മാരുടെ മധ്യസ്ഥത കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സഹോദരന്മാരുടെ മാതൃകകളെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണം. അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. എൻ്റെ വാക്കുകളെ നിർത്താണ്. അവകാശങ്ങളെ അലക്ഷ്യമാക്കി മാറ്റരുത്. 2, വീണ്ടെടുക്കപ്പെട്ട ജനം അവകാശങ്ങളെ അലക്ഷ്യമാക്കി മാറ്റരുത്. ഈ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തില് മോശ സീൻ മരുഭൂമിയിൽ തന്റെ ജനവുമായിട്ട് കടന്നു ചെല്ലുകയാണ്. ഈ ജനത്തിന് കുടിക്കാൻ ആവശ്യമായിരിക്കുന്ന വെള്ളം അവിടെ ഇല്ല. ഇത് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം പരിഭവിച്ചു. ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് മിസ്രൈമിൽ കഷ്ടമുണ്ടായിരുന്നെങ്കിലും അപ്പക്കലങ്ങളും ഇറച്ചിക്കലങ്ങളും അവിടെ ഉണ്ടായിരുന്നു, മുന്തിരിപ്പഴങ്ങളും അത്തിമരങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. നീ എന്തിനാ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടിട്ടിരിക്കുന്നത്? പലപ്പോഴും നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ പരിഭവിക്കുന്നവരാണോ? നമ്മളിങ്ങനെ പരിഭവിക്കുന്നവരാണോ? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തില് ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത്തിമരങ്ങൾ എനിക്ക് പൂത്തില്ലെങ്കിലും മുന്തിരിവള്ളികൾ എനിക്ക് വാടിപ്പോയാലും ആലയിലുള്ള എൻ്റെ ആടുകൾ ചത്തുപോയാലും യഹോവയാണ് എൻ്റെ ആനന്ദം, യഹോവയാണ് എൻ്റെ ബലം. ദൈവത്തെ തള്ളി പറയരുത്. എൻ്റെ അവകാശമാണ്, എൻ്റെ ഒന്നാമത്തെ അവകാശമാണ് പുത്രത്വത്തിന്റെ അവകാശം. അതിൽ ജീവിതത്തിന്റെ ശോധനയിൽ ദൈവത്തെ തള്ളി പറയരുത്. മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിന്റെ സാക്ഷികളാകണം. ദേശത്തിൽ ദൈവത്തിന്റെ സാക്ഷികളാകണം. നമ്മുടെ പ്രദക്ഷിണങ്ങൾ ദൈവത്തിന്റെ സാക്ഷ്യമുള്ള പ്രദക്ഷിണങ്ങളാകണം. നമ്മുടെ ആഘോഷങ്ങൾ ദൈവത്തിന്റെ സാക്ഷ്യമുള്ള ആഘോഷങ്ങളാകണം. ദൈവമുണ്ട് എന്ന്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഈ ദേശം പറയണം. ഈ ദേശം പറയണം. അപ്പോൾ മാത്രമാണ് ഇതൊക്കെ അനുഗ്രഹമാകുന്നത്. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന്റെ പരിഭവം സഹിച്ചില്ല. മോശ ചാടി എഴുന്നേറ്റു, ദൈവസന്നിധിയിൽ കമന്നു വീണു. മോശ പ്രാർത്ഥിച്ചു. യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ എഴുന്നേൽക്ക്, നിന്റെ വടിയെടുത്ത് കയ്യിൽ പിടിക്ക്, അഹറോനെയും കൂട്ട്, ഇസ്രായേൽ ജനത്തെയും വിളിക്ക്, എന്നിട്ട് നീ പാറയുടെ അടുക്കലേക്ക് ചെല്ല്, വടി പാറയുടെ നേരെ നീട്ട്, നീ പാറയോട് കൽപ്പിക്ക്, പാറ നിനക്ക് വെള്ളം തരുമെന്ന്. മോശ എഴുന്നേറ്റു, ദൈവത്തിന്റെ വാക്ക് കേട്ടു, വടിയെടുത്തു കയ്യിൽ പിടിച്ചു. ഈ വടിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ചെങ്കടൽ കടക്കുവാൻ തക്കവണ്ണം ചെങ്കടലിന് നേരെ നീട്ടിയ വടിയാ. ചെങ്കടലിനെ പോലും 2ആയിട്ട് പകുത്ത വടിയാ. ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രവാദികളെ തോൽപ്പിച്ച വടിയാ. ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ, ബലഹീനത മാറ്റാൻ ദൈവം കൊടുത്ത വടിയാ. അപ്പനായ ദൈവം കൊടുത്ത വടിയാ. ഈ വടിയെടുത്തു, അഹറോനെ വിളിച്ചു, ജനത്തെ എല്ലാം വിളിച്ചു, പാറയുടെ അടുക്കലേക്ക് ചെന്നു. പാറയുടെ അടുക്കൽ ചെന്ന് മോശ ഈ വടിയെടുത്ത് പാറമേൽ 2 അടി അടിച്ചു. പാറയിൽ നിന്ന് ശക്തമായിട്ട് വെള്ളം വന്നു. ജനം വെള്ളം കുടിച്ച് തൃപ്തിപ്പെട്ടു. ഇസ്രായേൽ ജനം സന്തോഷിച്ചു. യഹോവയാം ദൈവം മോശയെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിരിക്കുന്നു, നീ കനാൻ കാണുകയില്ല. നീ എന്ത് കാണത്തില്ല? കനാൻ കാണത്തില്ല. കാരണം എന്താണ്? എക്സ്ട്രാ ഒരു കാര്യം കൂടെ മോശ ചെയ്തു. എന്താ ചെയ്തത്? യഹോവയാം ദൈവം മോശയോട് കൽപ്പിച്ചു, വടിയെടുത്ത് പാറയോട് അരുളി ചെയ്യാൻ, പാറയോട് കൽപ്പിക്കാൻ. മോശ എന്ത് ചെയ്തു? വടിയെടുത്ത് പാറമേൽ 2 അടി അടിച്ചു. ചെങ്കടലിനെ പകുക്കാൻ ശക്തിയുള്ള ഈ വടിക്ക് പാറയിൽ അടിക്കേണ്ട കാര്യമുണ്ടോ? മോശയോട് എന്തു പറഞ്ഞു? നീ കനാൻ ദേശം കാണത്തില്ലെന്ന്. ഇത് നമുക്ക് കൂടെയുള്ള ഒരു മുന്നറിയിപ്പാ. കർത്താവ് നമ്മുടെ കയ്യിൽ ഒരു വടി തന്നിട്ടുണ്ട്. വിശ്വാസ ജീവിതം നമ്മുടെ ഒരു വടിയാ. പലപ്പോഴും അവിശ്വാസികൾക്ക് പോലും ചേരാത്തവരുടെ തണ്ണുള്ള
മാതൃകയില്ലാത്ത വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരാറുണ്ടോ? അവിശ്വാസികൾ പോലും ചെയ്യാത്ത തരത്തിലെ മാതൃകയില്ലാത്ത ചിന്തകള്, പ്രവർത്തികള് എനിക്ക് വരാറുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? 2, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശത്തിന്റെ വടിയ എൻ്റെ കുടുംബം. അത് ഞാൻ തല്ലിത്തകർത്ത് ഭരിച്ചാണോ ജീവിക്കുന്നത്? എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ മക്കൾക്ക് മാതാപിതാക്കളോട് ഈ വടി ദൈവം തന്നിരിക്കുന്നത്. ഭൂമിയിൽ പിതൃത്വവും മാതൃത്വവും മക്കളെന്ന അവകാശവും ഒക്കെ ഓരോ വടിയാ. കർത്താവ് പറയാ, നീ ഭക്തനായിട്ട് നടന്നാലും ഈ വടി നിനക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നീ കനാൻ കാണുകയില്ല, നീ ആ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുകയില്ല. ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന പല അനുഗ്രഹങ്ങളുടെയും തടസ്സം നമ്മൾ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 3 പ്രതിസന്ധികൾ ഉണ്ടെന്ന്. ഒന്നാമത്തെ പ്രതിസന്ധി എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു, ദൈവം കൂടുതൽ ചെത്തിവെടുപ്പാക്കാൻ ശോധന ചെയ്യാൻ എനിക്ക് തരുന്ന പ്രതിസന്ധി. 2ാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയോ? ശത്രു കൊണ്ട് തരുന്ന പ്രതിസന്ധി. ഈ ശത്രു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പലരുടെയും മുഖം നമുക്ക് ഓർമ്മ വരും. പക്ഷെ അവരാരും അല്ല നമ്മുടെ ശത്രുക്കള്. പിശാചാണ് നമ്മുടെ ശത്രു, സാത്താനാണ് നമ്മുടെ ശത്രു. പക്ഷെ സാത്താൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാത്താന് ശരീരമില്ല. സാത്താൻ എന്തില്ല? സാത്താന് ശരീരമില്ല. സാത്താന് സ്വന്തമായി ശരീരമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ മനോജച്ചൻ ഒരു ബ്രദറായിട്ട് അവിടെ വന്ന സമയത്ത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് സാത്താൻ അവന്റെ മേൽ കയറി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവന്റെ ആത്മീയ വസ്ത്രമായിരുന്നു മുഷിഞ്ഞിരുന്നതെന്ന്. ശരിയല്ലേ അച്ഛാ? 2008 അച്ഛൻ അന്ന് ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോ വന്ന് പ്രസംഗിച്ചത് അവന്റെ ആത്മീയ വസ്ത്രം മുഷിഞ്ഞിരുന്നു എന്ന്. പലപ്പോഴും എന്റെ ശത്രു ആരാണെന്നറിയാമോ? എന്റെ ശത്രു എന്റെ ബലഹീനതകളാ. ഓരോരുത്തരുടെയും സാത്താൻ ഓരോന്നാ. ചിലരുടെ സാത്താൻ എടുത്തുചാട്ടമായിരിക്കും, ചിലരുടെ സാത്താൻ അസൂയായിരിക്കും, ചിലരുടെ ഉള്ളിലെ സാത്താൻ ഫോണായിരിക്കും. നമ്മുടെയൊക്കെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പരസ്പരം നമുക്കൊന്ന് സംസാരിക്കാൻ, കുടുംബ ബന്ധം നമ്മുടെ അവകാശമാണ്. എന്നാൽ പരസ്പരം സംസാരിക്കാൻ നമുക്ക് നേരമില്ല. ഒന്നിച്ച് ഒരു വണ്ടിയിലായിരിക്കും നമ്മൾ വന്നത്. നമുക്കൊന്നും മിണ്ടാനില്ല, നമുക്കൊന്നും പറയാനില്ല. അപ്പനും അമ്മയ്ക്കും ഒന്നും പരസ്പരം പറയാനില്ല. അഥവാ പറഞ്ഞു പോയെങ്കിൽ അടിയിലെ അത് ചായ കുടിക്കാൻ ഇരിക്കും, പക്ഷെ അടിയിലാണ് അത് അവസാനിക്കുന്നത്. ശരിയാണോ? മക്കൾക്ക് നമ്മളോട് ഒന്നും പറയാനില്ല. വി ആർ നോട്ട് അപ് ടു ദെയർ സ്റ്റാൻഡേർഡ്. ഈ മമ്മിക്ക് പറയുന്ന ഒന്നും വി ആർ നോട്ട് അപ് ടു ദെയർ സ്റ്റാൻഡേർഡ്, ഒന്നും പറയാനില്ല. സാത്താൻ നമ്മുടെ കുടുംബത്തിൽ ശത്രു കൊണ്ടുവരുന്ന പ്രതിസന്ധിയാണ് ഹൃദയങ്ങളെ തമ്മിൽ അകറ്റുന്നത്. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഉറക്ക സംസാരിക്കുന്നത്. നമ്മൾ ഉറക്ക സംസാരിക്കുന്നത് എപ്പോഴാണ്? സ്നേഹമായിരിക്കുമ്പോഴാണോ? അല്ല, ദേഷ്യം വരുമ്പോഴാണ്. അടുത്തിരുന്നാലും നമ്മൾ ഉറക്ക സംസാരിക്കും. അത് ആര് കൊണ്ടുവരുന്ന പ്രതിസന്ധിയാ? ശത്രു കൊണ്ടുവരുന്ന പ്രതിസന്ധിയാ. അതുകൊണ്ട് എൻ്റെ ഭവനത്തിൽ, എൻ്റെ അവകാശമായ കുടുംബജീവിതത്തിൽ അപ്പനും അമ്മയും മക്കളും ഒന്നു ചേർന്നിരിക്കാൻ തടസ്സമായിരിക്കുന്നത് എൻ്റെ TV ആണെങ്കിലും എൻ്റെ ഫോണാണെങ്കിലും ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഫോൺ അത്ര വലിയ ശത്രുവൊന്നുമല്ല. അതില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇനിയുള്ള കാലത്ത്? പക്ഷേ അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. നമ്മുടെ മക്കള് പലരും സ്കൂളിൽ വന്നിട്ട് പറയും, ടീച്ചറെ ഈ ഫോൺ കയ്യിന്ന് പറ. അമ്മമാരെ കൃത്യം PTA മീറ്റിങ്ങിന് ഒന്ന് പറയും, ഫോൺ കയ്യിന്ന് സ്കൂളിൽ നിന്ന് മേടിച്ചു കൊടുത്തതാണോ അതോ പള്ളിയിൽ നിന്ന് പിരിവിട്ട് മേടിച്ചു കൊടുത്തതാണോ? ആര് മേടിച്ചു കൊടുത്താ? നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുത്താ. ഇത് ആദ്യം കൈ കൊടുത്തതാരാ? നമ്മൾ തന്നെയാ, അല്ലേ? കാക്കയും പൂച്ചയും കാണിക്കുന്നതിന് പകരം ഇത് കൈ കൊടുത്തിട്ട് ചോറുണ്ണാൻ വേണ്ടി, അടങ്ങിയിരിക്കാൻ വേണ്ടി, വെയിലത്തിറങ്ങാതിരിക്കാൻ വേണ്ടി. കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളുണ്ടായി എന്നൊക്കെ പറഞ്ഞത് കണ്ടോണ്ടിരിക്കുമ്പോൾ കുഞ്ഞു വാതുറക്കും. ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? സ്ക്രീൻ ടൈം എങ്ങനെ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ ഭവനത്തിലേക്ക് എൻ്റെ ബലഹീനതയിൽ കൂടി കയറും. സാത്താൻ എൻ്റെ ബലഹീനതയിൽ കൂടി ശത്രുവായവൻ. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ കലഹത്തിന്റെ ആത്മാവുണ്ടാകും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കും, ഇതൊക്കെ സർവ്വസാധാരണമായ. അപ്പോഴെന്തോ ഓർക്കണമെന്നറിയോ? യോനാ പ്രവാചകനെ ഓർക്കണം. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ യോനാ പ്രവാചകൻ ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്ന് നിനവേ നഗരത്തിന്റെ നാശം നോക്കിയിരിക്കുകയാണ്. നിനവേ നഗരത്തിന്റെ നാശം നോക്കിയിരിക്കുന്ന യോനാ പ്രവാചകന്റെ തണലായിട്ട് യഹോവയാം ദൈവം ഒരു ആവണക്കിനെ നട്ടു. ഈ ആവണക്ക് അവന് തണല് കൊടുത്തു. എന്നാൽ യോനാ പ്രവാചകൻ അറിഞ്ഞില്ല
ഈ ആവണക്കിൽ ഒരു പുഴു കയറിയെന്ന്. ഈ യോനാ പ്രവാചകൻ അറിഞ്ഞില്ല ഈ ആവണക്കിൽ പുഴു കുത്തിയത്. പ്രവാചകൻ അറിഞ്ഞില്ല ഈ തണ്ടിന് വാട്ടം തുടങ്ങിയത്. പ്രവാചകൻ അറിഞ്ഞില്ല ഈ ഇലയ്ക്ക് വാട്ടം വന്നത്. യോനാ പ്രവാചകൻ അറിഞ്ഞതോ ആവണക്ക് കരിഞ്ഞ് വെയില് ഉച്ചിയിൽ അടിച്ചപ്പോഴാണ്. ശരിയല്ലേ? അപ്പോഴാണ് യഹോവേ എന്താണിതെന്ന് ചോദിച്ചത്. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ജീവിതം ഒരു ആവണക്കിന്റെ ആയുസേ ഉള്ളൂ. നമ്മൾ ഇന്ന് തണലാന്ന് വിചാരിക്കുന്ന നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വീട്, നമ്മുടെ ഈ മഹിമയൊക്കെ ആവണക്കിന്റെ പോലുള്ള ആയുസേ ഉള്ളൂ. ഇതിൽ പുഴു വന്ന് കുത്തുന്നത് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഇത് കൊച്ചു കുഞ്ഞല്ലേ, അല്ല ഇതൊക്കെ ചെറിയ വഴക്കല്ലേ, ഇതൊക്കെ അത്ര വലിയ തെറ്റാണോ? ഈ പുഴു വന്ന് കുത്തുന്നുടനെ തന്നെ ദൈവസന്നിധിയിൽ കമന്നു വീണ് പ്രാർത്ഥിക്കാൻ, സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തതിപ്പോ തന്നെ കമന്നു വീണ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്റെ അവകാശം ഒന്നിച്ചിരിക്കുന്ന കഴിക്കുന്ന സമയത്ത് എന്റെ അവകാശമാണ് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു ഭക്ഷണമേശയും ഒരു കർത്തൃമേശയും അല്ലേ, അങ്ങനെയാ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു കർത്തൃമേശയും ഒരു ഭക്ഷണമേശയും നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട്? പണ്ട് ഒന്നും ഇല്ലായ്മയുടെ കാലത്ത്, 5-8 മക്കളുള്ള കാലത്ത് അപ്പൻ ആദ്യം ഇരിക്കും, അപ്പനോട് ചുറ്റും മക്കളൊക്കെ ഇരിക്കും. ഈ 8 മക്കൾക്കും അവരുടെ അപ്പനും അമ്മയ്ക്കും വിളമ്പും. എന്നാൽ ഈ കുടുംബത്തിലെ അപ്പൻ എന്നും, നമ്മുടെ പണ്ടത്തെ അപ്പച്ചന്മാരെന്നും പാത്രത്തിൽ 2 തവി ചോറ് ബാക്കി വെക്കും. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേക്കാൻ നേരത്തെ അമ്മച്ചിയോട് പറയും, കളയണ്ട നീ. എന്തായിരുന്നു അതിന്റെ അർത്ഥം? ഞാൻ അറിയുന്നു 8 മക്കളുടെയും എന്റെയും എന്റെ മാതാപിതാക്കളുടെയും പാത്രത്തിൽ വിളമ്പിയതിനു ശേഷം നിനക്കില്ല എന്ന്. പരസ്പരം ഇല്ലായ്മകളെ, പരസ്പരം കുറവുകളെ, പരസ്പരം വല്ലായ്മകളെ മനസ്സിലാക്കേണ്ട ഇടമാണ് കുടുംബം. പരസ്പരമുള്ള കുറവുകളെ, മമ്മിയെ കുറവുകളോടുകൂടി, അപ്പായെ കുറവുകളോടുകൂടി അംഗീകരിക്കാൻ മക്കൾക്ക് സാധിക്കണം. മക്കളെ, അനേക വീട്ടിലും മിടുക്കരായ മക്കൾ ഉണ്ടായിരിക്കും, നമ്മുടെ മക്കളെക്കാൾ കേമന്മാരായ മക്കൾ ഉണ്ടാകും. പക്ഷെ എന്റെ മക്കളുടെ കുറവുകളോടുകൂടി എന്റെ മക്കളെ സ്നേഹിക്കാൻ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പലരുടെയും പ്രായമുള്ളവരെ ഒത്തിരി പേരെ കാണുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ ആയിരിക്കുന്ന മക്കളെ, ഈ മാതാപിതാക്കളുടെ കണ്ണുനീര് ഒരിക്കലും നമ്മളുടെ കുടുംബത്തിൽ വീഴരുത്. ഈ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന വാക്കുകള് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. ഇത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്കൊരു സന്തോഷമാണ്. തിരിച്ചുകൊണ്ട് 3-4 മക്കളുണ്ടാവും. പലരും രാജ്യത്തിന്റെ പല കോണിലാണ്. ശരിയാണ്, അവർ ഉപജീവനത്തിനാണ് പോയിരിക്കുന്നത്. എന്നാൽ നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരുത്തൻ കാണും, ഇളയതോ ഇടയ്ക്കത്തതോ ആരെങ്കിലും. ആ പാവപ്പെട്ടവന്റെ കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിച്ച് ദൂരെയുള്ള മക്കളെല്ലാം വലുതും കൂടെയുള്ള മകന്റെ പോരായ്മയും മാത്രം കാണുന്ന കണ്ണുകൾ പല മാതാപിതാക്കളുടെയും ഉള്ളിലുണ്ടെങ്കിൽ ഓർക്കുക, എനിക്ക് വെള്ളം തരാൻ ഈ കഴിവ് കുറഞ്ഞ മരുമകളെ ഉള്ളൂ എന്ന്. പണം തരാൻ പല ട്രസ്റ്റുകളും കാണും, പക്ഷെ എനിക്ക് വെള്ളം തരാൻ എൻ്റെ ഈ കഴിവ് കുറഞ്ഞ മരുമകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം കുടുംബങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ആ മാതാപിതാക്കളുടെയും മക്കളുടെയും സ്നേഹമാണ് കൊച്ചുമക്കൾ കണ്ടു വളരേണ്ടത്. നമ്മുടെ അവകാശമായിരിക്കുന്ന ദൈവവുമായുള്ള ബന്ധം, നമ്മുടെ അവകാശമായിരിക്കുന്ന കുടുംബ ബന്ധം ദൈവസന്നിധിയിൽ ഉണ്ടാകും. എങ്ങനെയാണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. പ്രിയമുള്ളവരെ, എവിടെയാണ് എൻ്റെ ഓട്ടത്തിന്റെ പോരായ്മ? സ്ഥിരതയോടെ ഓടാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ ആരാധനയാണോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ കുറവുകളാണോ? എൻ്റെ വ്യക്തിബന്ധങ്ങളുടെ കുറവുകളാണോ? എൻ്റെ അനുസരണത്തിന്റെ കുറവുകളാണോ? ആകയാൽ പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ അവൻ ഓർത്തു, അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് കുരിശുകളെ സഹിക്കുവാൻ, കുരിശുകളെ വഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അവസരം തന്ന ഇടവകയുടെ വികാരി അച്ഛൻ, ഏറ്റവും പ്രിയങ്കരനായ മനോജ് അച്ഛനും കുടുംബമായിട്ട്
ഷീബ കൊച്ചമ്മ ഞങ്ങളും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. കുടുംബമായിട്ട് ഞങ്ങൾ വളരെ സ്നേഹബന്ധത്തിലുള്ളവരാണ്. അച്ഛനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാള് വാഴ്വിനും അനുഗ്രഹത്തിനും സാക്ഷ്യത്തിനുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.